ഓം നമ ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ശ്രീഭൂമി സമേത ശ്രീ മഹാവിഷ്ണവേ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം വിശ്വസ്മൈ നമ. എല്ലാവർക്കും വിനീതമായ പ്രണാമം. നമ്മൾ 23-ാമത്തെ ശ്ലോകമാണ് ഇനിയും പഠിക്കുന്നത്. ഗുരുർ ഗുരുതമോ ധാമ സത്യ സത്യപരാക്രമ നിമിഷോ നിമിഷസ്രഗ്വീ വാചസ്പതിരുദാരധീ. ഗുരു ഗുരുതമോ രണ്ടിൻ്റെയും ഇടയ്ക്കായിട്ട് ഉച്ചരിക്കുക. അപ്പം ഗുരുർ ഗുരുതമോ ധാമ, പിന്നെ സത്യ കഴിഞ്ഞിട്ട് വിസർഗമുണ്ട്, അതുകൊണ്ട് സത്യസത്യപരാക്രമ. സത്യസത്യപരാക്രമ. അടുത്ത വരിയില് നിമിഷോ അനിമിഷ. അനിമിഷയുടെ അകാരം ഉച്ചരിക്കത്തില്ല, അതുകൊണ്ട് നിമിഷോ അനിമിഷ എന്ന് രണ്ടായിട്ട് പറയാൻ പാടില്ല. പിന്നെ നിമിഷോ നിമിഷ, നിമിഷോ നിമിഷ. അനിമിഷ കഴിഞ്ഞിട്ട് വിസർഗമാണ്, എന്നിട്ട് സ്രഗ്വി എന്നുള്ള മന്ത്രം വരുന്നു. അപ്പം നിമിഷോ അനിമിഷ സ്രഗ്വി, നിമിഷോ നിമിഷോ നിമിഷ സ്രഗ്വി. പിന്നെ വാചസ്പതി ഉദാരധി, വാചസ്പതി ഉദാരധി എന്ന് രണ്ടു മന്ത്രം ഉണ്ടെങ്കിലും അതിനെ ഒന്നായിട്ടാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് വാചസ്പതിരുദാരധി. അപ്പം ഗുരുർ ഗുരുതമോധാമ സത്യ സത്യപരാക്രമ നിമിഷോ നിമിഷ സ്രഗ്വീ വാചസ്പതിരുദാരധി. ഗുരുർ ഗുരുതമോധാമ സത്യ സത്യപരാക്രമ നിമിഷോ നിമിഷ സ്രഗ്വീ വാചസ്പതിരുദാരധി. ഒന്നാമത്തെ മന്ത്രമാണ് ഗുരു. ഉപദേഷ്ടാവ്, ജന്മദാതാവ് എന്നും അർത്ഥമുണ്ട്. അച്ഛനും ഗുരുവാണ്, അമ്മയും ഒക്കെ ഗുരുവാണ്. കാണപ്പെട്ട ദൈവവും ഗുരുവും അച്ഛനും അമ്മയുമാണ്. സർവജ്ഞനായ മഹാവിഷ്ണു എല്ലാ വിദ്യകളും അർഹതയുള്ളവർക്ക് ഉപദേശിക്കുന്നതിനാൽ ഗുരുവാണ്. ഈ ഗുരുവും ഈശ്വരനും രണ്ടല്ല. ഗുരുഗീതയിൽ പറയും, യോ ഗുരുസ്സ ശിവ പ്രോക്തോ യ ശിവസ്സ ഗുരുസ്മൃത വികൽപ്പം യസ്യ കുർവീത സ ന ഗുരു സ നരോ ഗുരുതൽപക. യോ ഗുരു സ ശിവ പ്രോക്തോ യ ശിവ സ ഗുരുസ്മൃത വികൽപ്പം യസ്യ കുർവീത സ നരോ ഗുരുതൽപക. അതായത് യാതൊരുവനാണോ ഗുരുവായിരിക്കുന്നത് അവൻ തന്നെയാണ് ശിവൻ. യാതൊരുവനാണോ ശിവനായിരിക്കുന്നത് അവൻ തന്നെയാണ് ഗുരു എന്നും പറയുന്നത്. ഇവരെ രണ്ടുപേരെയും വ്യത്യസ്തരായി കരുതുന്നവർ ഗുരുപത്നിയെ പരിഗ്രഹിച്ചവനെ പോലെ പാപിയാണ്. സദാശിവ സമാരംഭ ശങ്കരാചാര്യ മധ്യമാസ്മദ് ഗുരുദേവ പര്യന്തം തസ്മൈ ശ്രീ ഗുരവേ നമഃ എന്നാണ്. അപ്പൊ പരമഗുരു ആ സദാശിവൻ തന്നെയാണ്, ശിവൻ തന്നെയാണ് വിഷ്ണുവും. അതുകൊണ്ട് നമുക്ക് ഏത് ജ്ഞാനവും കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ഈശ്വരേച്ഛ ഉണ്ടാകണം. ഈശ്വരേച്ഛ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ജ്ഞാനവും നമുക്ക് കിട്ടത്തില്ല. നമുക്ക് അത് ലഭ്യമാകാനുള്ളതായ മാർഗം ഉണ്ടെങ്കിലും നമുക്ക് അതിനകത്ത് താല്പര്യം ഉണ്ടാകത്തില്ല. ഈ ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് നമ്മൾ കേട്ടില്ലേ എന്ന് പറഞ്ഞതുപോലെ ആ ഒരു അവസരങ്ങൾ പോലും മറ്റുള്ളതിന് വേണ്ടിയിട്ട് മനുഷ്യൻ പ്രയോജനപ്പെടുത്തും. അങ്ങനെയാണ് അത്. എന്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ ആ ഈശ്വര കാരുണ്യമില്ലാതെ കണ്ട് ഈശ്വരീയമായ കാര്യങ്ങളെക്കുറിച്ച് ഗ്രഹിക്കുവാൻ നമുക്ക് ബുദ്ധി വഴങ്ങത്തില്ല. അതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ഈശ്വര കാരുണ്യമുള്ളവർക്ക് മാത്രമേ ഈശ്വരീയമായ കാര്യങ്ങൾ ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും അതിൽ കൂടി ഈശ്വരീയമായ കാരുണ്യം നമുക്ക് വന്നു ചേരുവാനും സാധ്യമാകത്തുള്ളൂ. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ഗുരുവും ഈശ്വരനും രണ്ടല്ല. നമ്മൾ ആദ്യമേ നമ്മളെ സ്വഭാവത്തെ രൂപീകരണം ചെയ്യുന്നത് നമ്മുടെ അച്ഛനും അമ്മയുമാണ്. അതുകൊണ്ടാണ് കാണപ്പെട്ട
ദൈവവും ആണ് അച്ഛനും അമ്മയും എന്ന് പറയാൻ കാരണം അവർ തന്നെയാണ് ഗുരുക്കൾ. നമ്മുടെ പ്രധാന ഗുരുക്കന്മാർ അച്ഛനും അമ്മയാണ്. നമ്മൾ പഠിച്ചില്ലേ, മാതൃദേവോഭവ, പിതൃദേവോഭവ, ആചാര്യ ദേവോഭവ, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പം സർവജ്ഞനായിരിക്കുന്ന ആ ഭഗവാൻ തന്നെയാണ് എല്ലാവരിൽ കൂടിയും നമുക്ക് വിദ്യ തരുന്നത്. ആരിൽ കൂടിയെങ്കിലും നമുക്ക് വിദ്യ കിട്ടുന്നുണ്ടെങ്കിൽ ആ വാക് സ്വരൂപമായിട്ട് പുറത്തേക്ക് വരുന്നതെല്ലാം ആ ഭഗവത് ചൈതന്യം തന്നെയാണ്. അതുകൊണ്ട് ഭഗവാൻ തന്നെയാണ് ഗുരുവായിരിക്കുന്നത്. ഗുരുതമ, ഗുരുക്കന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്നവൻ, അത്യുത്കൃഷ്ടനായ ഗുരു എന്ന് സാരം. ആചാര്യന്മാരുടെയും ആചാര്യൻ. അതുകൊണ്ടാണ് ഭഗവാനെ ഗുരുതമ എന്ന് വിളിക്കുന്നത്. സൃഷ്ടികർത്താവായ ബ്രഹ്മദേവനു കൂടി പരമാത്മജ്ഞാനവും വേദങ്ങളും ഉപദേശിച്ചത് പരമഗുരുവായ മഹാവിഷ്ണുവാണ്. മഹാവിഷ്ണുവിൽ നിന്നാണ് ആദിഗുരുവായ ബ്രഹ്മദേവന് പരമാത്മജ്ഞാനം ഉണ്ടായത്. ആ ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിലാണ് ജഗൽ സൃഷ്ടിക്ക് സമർത്ഥമായ ഒരു സൃഷ്ടിയാത്മകമായ മനസ്സ് ആദ്യ ഗുരുവിനുണ്ടായത്. അപ്പം ആത്മസാക്ഷാത്കാരം നേടിയവരായ ഗുരു പരമ്പരകളിൽ കൂടിയാണ് ആത്മോപദേശവും ആത്മജ്ഞാനവും ലഭിച്ചത് എന്നാണ് ഭാവി തലമുറയിലുള്ള എല്ലാ അധ്യാത്മ സാധകന്മാരും വിശ്വസിച്ചു വരുന്നത്. അപ്പോൾ പരമാർത്ഥത്തിൽ എല്ലാ കാലത്തും വേദങ്ങളിൽ പ്രതിപാദിക്കപ്പെട്ടതായ പരമാർത്ഥ സത്യം സാധനയുടെ അവസാന ദശയിൽ സ്വയം സാക്ഷാത്കരിക്കേണ്ട ഒന്നാണ്. ഗുരുക്കന്മാർക്കോ ശാസ്ത്രങ്ങൾക്കോ അതിൽ നേരിട്ടൊരു പങ്കുമില്ല. ശ്വേതാശ്വതര ഉപദേശത്തിൽ ഇങ്ങനെ പറയുന്നു, ആദി സൃഷ്ടാവായ ബ്രഹ്മാവിനെ സൃഷ്ടിച്ചതും വേദം ഉപദേശിച്ചതും പരബ്രഹ്മസ്വരൂപിയായ പരമേശ്വരനാണ്. യോ ബ്രഹ്മാണം വിദധാതി പൂർവം, ആരിൽ നിന്നാണോ ആദ്യമേ ബ്രഹ്മാവ് ഉണ്ടായത്, യോവൈ വേദാംശ്ച പ്രഹിണോതി തസ്മൈ, ആരിൽ കൂടിയാണോ വേദങ്ങളെല്ലാം അദ്ദേഹത്തിന് ഗ്രഹിക്കാൻ പറ്റിയത്, തംഹദേവം ആത്മബുദ്ധി പ്രകാശം, ആ ഭഗവാൻ തന്നെയാണ് നമ്മുടെ ബുദ്ധിയിൽ പ്രകാശസ്വരൂപമായി വർത്തിക്കുന്നത്, ബുദ്ധിയെ പ്രകാശിപ്പിച്ചുകൊണ്ട് വർത്തിക്കുന്നത് ചൈതന്യം. മുമുക്ഷുർവൈ ശരണമഹം പ്രപദ്യേ, അങ്ങനെയുള്ളതായ ആ പരമ ഗുരുവിനെ മോക്ഷത്തിന് വേണ്ടി ഞാൻ ശരണം പ്രാപിക്കുന്നു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ സാരം. അപ്പോൾ പരമഗുരു, ഗുരുക്കന്മാരുടെ എല്ലാം ഗുരുവായിരിക്കുന്നത് ആദി ഗുരു ആ ഭഗവാൻ വിഷ്ണു തന്നെ. അതുകൊണ്ട് ഗുരുതമ. ഗൂഢവിദ്യ ജഗന്മായ ദേഹശ്ചാജ്ഞാന സംഭവ വിജ്ഞാനം യത്പ്രസാദേന ഗുരുശബ്ദേന കഥ്യതേ എന്നാണ്. അതായത് ജഗത് കാരണമായ മായ, ജഗത്തിൻ്റെ കാരണമായിരിക്കുന്നത് മായയാണ്. ആ മായ ജീവനിൽ നിലീനമായിരുന്ന അവിദ്യ, ആ അവിദ്യയാണ് മായ എന്ന് പറയുന്നത്. ജീവന്റെ ശരീരമാകട്ടെ ഈ അവിദ്യ അല്ലെങ്കിൽ അജ്ഞാനത്തിൽ നിന്നുണ്ടായതാണ്. യാതൊരുവന്റെ പ്രസാദത്താലാണോ ഈ അജ്ഞാനം മാറി ജ്ഞാനം ലഭിക്കുന്നത്, ആ മഹാത്മാവിനെയാണ് ഗുരു എന്ന് പറയുക. അപ്പോൾ അജ്ഞാനത്താൽ സ്വമഹിമ മറന്ന് അനേകം ശരീരങ്ങളിൽ കൂടി ഈ സംസാര ചക്രത്തിൽ കിടന്നു വലയുന്നതായ ഈ ജീവനെ ആ അജ്ഞാനത്തിൽ നിന്നും മോചിപ്പിച്ച് തൻ്റെ യഥാർത്ഥമായ സ്വരൂപം എന്താണ് എന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്നതായ ആ പരമ ചൈതന്യത്തെയാണ് ഗുരു എന്ന് വിശേഷിപ്പിക്കുന്നത്. ഗുഗാരഞ്ച അന്ധകാരസ്തു ഋകാരസ്തന്നിരോധകൃത് അന്ധകാര വിനാശിത്വാത് ഗുരുരിത്യഭിധീയതേ എന്നാണ് ഗുരുഗീതയിൽ പറയുന്നത്. അതായത് ഗുകാരം അന്ധകാരമാണ്, അജ്ഞാനമാണ്. ഋകാരം അന്ധകാരത്തെ അല്ലെങ്കിൽ അജ്ഞാനത്തെ അകറ്റുന്നതുമാണ്. അങ്ങനെ അജ്ഞാനത്തെ അകറ്റുന്നത് കൊണ്ട് ഗുരു എന്ന് വിളിക്കപ്പെടുന്നു. അപ്പോഴങ്ങനെ അജ്ഞാനത്തെ അകറ്റി ജീവനെ മുക്തി പ്രാപിപ്പിക്കുന്ന പരമ സദ്ഗുരു, ആ എല്ലാ ഗുരുക്കന്മാർക്കും ആചാര്യനായിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് ഭഗവാൻ തന്നെയാണ് ഗുരുവും ഗുരുതമനും ഭഗവാൻ തന്നെയാണ്. ഗുരുതമോ. അടുത്ത മന്ത്രം ധാമ. ധാമ എന്ന മന്ത്രത്തിന് ജ്യോതിസ്വരൂപൻ എന്നും സർവകാമങ്ങളുടെയും ആശ്രയസ്ഥാനം എന്നും അർത്ഥമുണ്ട്. ഭഗവാൻ ജ്യോതിസ്വരൂപനാണ്. നാരായണ സൂക്തത്തിൽ പറയുന്നു, നാരായണ പരോ ജ്യോതിരാത്മാ നാരായണ പര. നാരായണൻ പരമമായ ജ്യോതിസാണ്,
നാരായണൻ ആത്മസ്വരൂപവുമാണ്. നാരായണ പരം ബ്രഹ്മതത്വം നാരായണ പരഹ. ആ നാരായണനാണ് ബ്രഹ്മതത്വം. നാരായണപരോ ധ്യാനം നാരായണപര. ധ്യാനിക്കുന്നവനും ധ്യാനവും എല്ലാം നാരായണൻ തന്നെ. നാരായണനെ ധ്യാനിക്കുക. പരമജ്യോതിസാകുന്നതും ആത്മസ്വരൂപമായിരിക്കുന്നതായ നാരായണനെ ധ്യാനിക്കുക. ആ നാരായണൻ തന്നെയാണ് എല്ലാ കാമങ്ങളുടെയും പ്രാപ്യസ്ഥാനം. ഇനിയും നമുക്കെല്ലാം ഈ ശരീരം വിട്ട് അവസാനം പ്രാപിക്കേണ്ടിയിരിക്കുന്ന പരമമായ ധാമവും അത് ഭഗവാൻ തന്നെയാണ്. ഭഗവാനിൽ എപ്പോഴാണോ നമ്മൾ ചെന്ന് ചേരുന്നത്, അല്ലെങ്കിൽ ഈ ജീവാത്മാവ് എപ്പോഴാണ് താൻ ആ പരമാത്മ അംശം തന്നെയാണ് എന്ന് ബോധ്യമാകുന്നത്, അതുവരെ ഉള്ളൂ സംസാര ചക്രത്തിലെ ഈ കറക്കം. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ഭഗവാനിൽ ലയിച്ചു ചേരുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പരമമായ ധാമം, നമ്മുടെ സ്വധാമം അത് ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് ഭഗവാൻ ധാമ. പിന്നെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സബലീകരിക്കുന്നത് എന്തിൽ കൂടിയാണ്? ബുദ്ധിയുള്ളവന് മാത്രമേ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകത്തുള്ളൂ. ബുദ്ധിയിൽ ചൈതന്യമായി നിന്ന് പ്രകാശിക്കുന്നത് ഭഗവാനാണ്. അപ്പം അതുകൊണ്ട് ഭഗവാനിൽ കൂടിയാണ് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സബലീകരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ആഗ്രഹങ്ങളുടെയും ആശ്രയസ്ഥാനവും ഭഗവാനാണ്. അതുകൊണ്ട് ഭഗവാൻ ധാമ. ഇനിയും ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലിപ്പിനകത്ത് പഠിക്കാം. ഹരിയും. ഓം നമോ ഭഗവതേ വാസുദേവായ. 212 മന്ത്രമാണ് സത്യ. സത്യസ്വരൂപനായവൻ. സത്യസ്വരൂപൻ അതായത് ഭൂതം, വർത്തമാനം, ഭാവി കാലങ്ങളിൽ മാറ്റമില്ലാതെ കണ്ട് വർത്തിക്കുന്നവൻ ആരോ അവനാണ് സത്യസ്വരൂപൻ. തസ്മാത് സത്യം പരമം വദന്തി. ആ ബ്രഹ്മത്തിനെ പരമമായ സത്യമായിട്ട് പറയുന്നു. അത് തൈത്തിരീയ ആരണ്യം. അതുപോലെ പ്രാണോ വൈ സത്യം. ഈ പ്രാണൻ സത്യമാണ്. തേഷാമേവ സത്യം. ആ പ്രാണന്റെയും ആധാരമായിരിക്കുന്ന ആ ബ്രഹ്മം അത് പരമമായ സത്യമാണ് എന്ന ബൃഹദാരണ്യക ഉപനിഷത്ത്. അപ്പോൾ എല്ലാറ്റിനും ആശ്രയമായിരിക്കുന്ന മാറ്റമില്ലാതെ നിലകൊള്ളുന്നതായ സത്യസ്വരൂപനാണ് ഭഗവാൻ എന്ന് സാരം. 213 മന്ത്രം സത്യപരാക്രമ. വ്യക്തമാകാത്ത പരാക്രമത്തോടു കൂടിയവൻ. ഭഗവാൻ നിയന്താവാണ്. ഒരിക്കലും ധർമ്മവിലോപം സമ്മതിക്കത്തില്ല. സത്യമേവ ജയതേ. സത്യം മാത്രമേ ജയിക്കത്തുള്ളൂ. കള്ളത്തിന് കുറച്ചു കാലമൊക്കെ ആയുസ്സുണ്ടാകും. അവസാനം സത്യം മാത്രം ജയിക്കും. ഈ സത്യസംരക്ഷണത്തിൽ നല്ല ഊർജ്ജസ്വലതയുള്ളവനാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാനെ സത്യപരാക്രമ എന്ന് പറയുന്നത്. ഇനിയും മറ്റൊരു രീതിയിൽ നോക്കുമ്പോൾ ഭൂമിയുടെ ആകർഷണ ശക്തി സത്യമായ ഒരു പ്രകൃതി നിയമമാണ്. അതിന് യാതൊരു മാറ്റവും ഉണ്ടാകത്തില്ല. ഈ നിയമത്തെ അതിലംഘിക്കുവാൻ അത് ആരെക്കൊണ്ടും സാധിക്കുന്നതേ അല്ല. അതുപോലെ ഈ സമസ്ത പ്രപഞ്ചത്തെയും അനുരഞ്ജനത്തിൽ കൂടെയും സ്നേഹത്തിൽ കൂടെയും നിലനിർത്തി പോരുന്നത് പരമേശ്വരന്റെ അനിവാര്യമായ നിയമമാണ്. അത് അലംഘനീയമാണ്. അതുകൊണ്ട് ഭഗവാൻ സത്യപരാക്രമനാണ്. 214 മന്ത്രം നിമിഷ. കൺപോളകൾ പൂട്ടിയിരിക്കുന്ന അവസ്ഥയ്ക്കാണ് നിമേഷം എന്ന് പറയുക. കൺപോളകൾ തുറന്നിരിക്കുന്ന അവസ്ഥ അനിമേഷം. കൺപോളകൾ അടച്ച് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ അറിയാതെ കണ്ട് നമ്മളിലേക്കൊന്ന് ഒതുങ്ങാറുണ്ട്. അപ്പം നമ്മൾ അന്തർമുഖരാകും. കൺപോളകൾ തുറന്നിരിക്കുമ്പോൾ ബാഹ്യ വിഷയങ്ങളിലാണ് നമ്മുടെ മനസ്സ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ വിസ്മരിച്ചു പോവുകയും ചെയ്യും. ഭഗവാൻ സദാ തൻ്റെ ആത്മസ്വരൂപത്തിൽ തന്നെ നിമഗ്നനായിട്ടാണ് ഇരിക്കുന്നത്. സർവ്വവ്യാപിയായ ഭഗവാന് താനല്ലാതെ മറ്റൊരു ദൃശ്യവസ്തു ഇല്ല. അപ്പം അതുകൊണ്ട് ഭഗവാൻ എപ്പോഴും തൻ്റേതായ യോഗമായയെ ആശ്രയിച്ച് തന്നിൽ തന്നെ വർത്തിക്കുകയാണ്. യോഗനിദ്രയിലാണ് ഭഗവാൻ. ആത്മമായാമയീം ദിവ്യാം യോഗനിദ്രാം സമാശ്രിത ആത്മാനം വാസുദേവാക്യം ചിന്തയൻ മധുസൂദന. നല്ലൊരു മന്ത്രം. എൻ്റെ ദിവ്യമായ മായയെ ആശ്രയിച്ച് യോഗനിദ്രയിൽ ആഴുമ്പോൾ മധുസൂദനൻ വാസുദേവൻ എന്നു വിഖ്യാതനായ ആത്മാവിനെ പറ്റി ചിന്തിക്കുന്നു. അപ്പം മധുസൂദനായിരിക്കുന്ന ഭഗവാൻ, മധുസൂദനൻ, മധു അതായത് മധുകൈടഭന്മാര് നമ്മൾ നേരത്തെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. രാഗദ്വേഷങ്ങളാണ് മധു കൈടഭന്മാര്. അപ്പം
ഇതിൽ മധു എന്ന് പറയുന്ന രാഗമാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രാപഞ്ചിക വിഷയങ്ങളോട്, നമുക്ക് നമ്മുടെ ബന്ധുമിത്രാദികളോടും നമ്മളുടെ സ്വത്തുക്കളോടും ഒക്കെ ഉള്ളതായ ആ അറ്റാച്ച്മെന്റ്, അതാണ് മധു, മമത്വം. ഭഗവാന് ഈ മമത്വത്തെ ഇല്ലായ്മ ചെയ്യുന്നവനായതുകൊണ്ടാണ് മധുസൂദനൻ. ഭഗവാൻ തന്നെ ഇതിനെ ഇല്ലായ്മ ചെയ്യുന്നത് എങ്ങനെയാണ്? മധുസൂദനായിരിക്കുന്ന ഭഗവാൻ എങ്ങനെയാണ് വാസുദേവനെ പറ്റി ചിന്തിക്കുന്നു. യോഗനിദ്രയെ സമാശ്രയിച്ച് ഭഗവാൻ യോഗിയായിരുന്ന് തന്നെ വാസുദേവനെ കുറിച്ച് ചിന്തിക്കുന്നു. വാസുദേവൻ എന്ന് വിഖ്യാതനായ ആത്മാവിനെ പറ്റി ചിന്തിക്കുന്നു ഭഗവാനെന്ന്. നമുക്ക് തരുന്നതായ പാഠം ഇതാണ്. അപ്പം നമ്മൾ ഈ വാസുദേവൻ എന്നൊക്കെ പഠിക്കുമ്പോഴത് ഈ നമ്മളിലെ യഥാർത്ഥമായിരിക്കുന്നതായ അദ്വൈതമായിരിക്കുന്നതായ ആ ആത്മസ്വരൂപത്തെയാണ് വാസുദേവൻ എന്ന് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ളതായ മന്ത്രങ്ങളിൽ കൂടിയൊക്കെ ആചാര്യന്മാർ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പൊ അങ്ങനെ യോഗനിദ്രയെ ആശ്രയിച്ച് കണ്ണുകൾ അടച്ച് ആത്മസ്വരൂപത്തിൽ നിമഗ്നനായിരിക്കുന്നു ഭഗവാൻ എന്നുള്ളത് കൊണ്ട് ഭഗവാനെ വിളിക്കുന്ന പേരാണ് നിമിഷ. അതേസമയം തന്നെ ഭഗവാൻ അനിമിഷനുമാണ്, ഒരിക്കലും കണ്ണടയ്ക്കാത്തവനുമാണ് ഭഗവാൻ. നമ്മളത് നോക്ക്, നമ്മളെല്ലാം നല്ല ഉറക്കത്തിൽ പോകുമ്പോഴും നമ്മുടെ ശരീരത്തിന്റെ വ്യാപാരങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുക ഇല്ലേ? ശരീരകർമ്മങ്ങളെല്ലാം അതുപോലെ നടന്നുകൊണ്ടിരിക്കുക. എന്താ നടക്കുന്നത്? നമ്മൾ ഉറങ്ങുമ്പോഴും ഉറങ്ങാതെ കണ്ട ഒരു ചൈതന്യം നമ്മളിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മളെല്ലാം ഉറക്കത്തിൽ പോകുമ്പോഴും ആ ചൈതന്യം നമ്മളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ശരീരം ഒരു കേടുമില്ലാതെ കണ്ട് അതിൻ്റെ കൃത്യമായ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് അല്ലേ? ശരീരമാകുന്ന ഫാക്ടറി ആ പ്രവർത്തനം ശരിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുന്നവനാണ് ഭഗവാൻ. ഇനിയും ശങ്കരാചാര്യർ പറയുന്നത്, എല്ലാം സദാ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അവന്റെ അറിവിന് ഒരു വിരാമമില്ല, എല്ലാം സദാ അറിഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ളതായ എല്ലാം അറിയുന്നവന്റെ അറിവിന് വിരാമമില്ല. അതുകൊണ്ട് ഭഗവാൻ സദാസമയവും അനിമിഷൻ തന്നെയാണ്. അപ്പൊ നോക്ക്, നിമിഷനുമാണ് അനിമിഷനുമാണ് ഭഗവാൻ. അടുത്തത് സൃഗ്വി, 216 മന്ത്രമാണ് സൃഗ്വി. സൃക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാല ധാരണം ചെയ്തിരിക്കുന്നവനാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാൻ സൃഗ്വി. ഇനി ഭഗവാന്റെ മാലയുടെ പേരാണ് വൈജയന്തി മാല, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി എന്താണ് ഈ നാമരൂപങ്ങളൊന്നും ഇല്ലാത്തതായ ഭഗവാൻ എങ്ങനെയാണ് വൈജയന്തി മാല ധാരണം ചെയ്തിരിക്കുന്നത്? പഞ്ചസ്വരൂപായ മാല വൈജയന്തി ഗതാമൃത സഭൂതഹേതു സംഘാത ഭൂതമാലാജ വൈദ്യുജ. പഞ്ചഭൂതങ്ങളുടെ തന്മാത്രകളുടെ കൂട്ടമാണ് ഈ മാല. അതായത് ഭഗവാൻ മാല പോലെ ധാരണം ചെയ്തിരിക്കുന്നത് പഞ്ചഭൂതങ്ങളെയും അവയുടെ സംഘാതത്തെയുമാണ് എന്ന് സാരം. ഭഗവാൻ ഗദാധരന്റെ 5 രൂപങ്ങളോടുകൂടിയ വൈജയന്തിമാല പഞ്ചതന്മാത്രകളുടെയും പഞ്ചഭൂതങ്ങളുടെയും സംഘാതമാകുന്നു. പഞ്ചഭൂതങ്ങൾ എല്ലാവർക്കും അറിയാം, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ഇതിന്റെ തന്മാത്രകൾ, ആകാശത്തിന്റെ തന്മാത്രയാണ് ശബ്ദം, അതുപോലെ വായുവിന്റെ തന്മാത്രയാണ് സ്പർശം, അഗ്നിയുടെ തന്മാത്രയാണ് രൂപം, ജലത്തിന് തന്മാത്ര രസം, പൃഥ്വിയുടെ തന്മാത്രയാണ് ഗന്ധം. അപ്പം ഇത് തന്നെയാണ് നമ്മുടെ അനുഭവം. ഈ 5 ഇന്ദ്രിയങ്ങളിൽ കൂടി നമ്മൾ അനുഭവിക്കുന്നതായ 5 വിഷയങ്ങൾ, ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധാദികൾ, ഇതിനെ മാലയായി ധാരണം ചെയ്തിരിക്കുന്നവനാണ് ഭഗവാൻ. അതാണ് ഭഗവാന്റെ വൈജയന്തി മാല. ഭാഗവതത്തിൽ പറയും, മായയാണ് ഭഗവാൻ വൈജയന്തി ആയിട്ട് ധാരണം ചെയ്തിരിക്കുന്നത്. ഇത് മായ തന്നെയാണല്ലോ നമ്മളെ മോഹിപ്പിക്കുന്നത്. ശബ്ദത്തിൽ മോഹിച്ചു പോകുന്നു, രൂപത്തിൽ മോഹിച്ചു പോകുന്നു, സ്പർശത്തിൽ മോഹിച്ചു പോകുന്നു, രസത്തിൽ മോഹിച്ചു പോകുന്നു, ഗന്ധത്തിൽ മോഹിച്ചു പോകുന്നു. ഇങ്ങനെ ശബ്ദസ്പർശ രൂപരസഗന്ധാദികളാണല്ലോ നമ്മളെ മോഹിപ്പിക്കുന്നത് ഇല്ലേ? അപ്പം ആ മോഹിപ്പിക്കുന്ന അത് തന്നെയാണ് മായ, അത് തന്നെയാണ് വൈജയന്തി മാല. അങ്ങനെ വൈജയന്തിമാല ശബ്ദസ്പർശ രൂപ രസഗന്ധാദികളാകുന്ന വൈജയന്തിമാല ധാരണം ചെയ്തിരിക്കുന്നത് കൊണ്ട് ഭഗവാൻ സൃഗ്വി. ഈ പ്രപഞ്ചം മുഴുവനും പഞ്ചഭൂതാത്മകമാണ്. ഈ പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചത്തെ നമ്മൾ ഉൾക്കൊള്ളുന്ന 5 രീതിയാണ് ശബ്ദസ്പർശ രൂപരസഗന്ധാദികൾ. അപ്പൊ ഈ പ്രപഞ്ചമാകുന്നതായ ഈ പഞ്ചഭൂതങ്ങളെ മാലയായി ധാരണം ചെയ്തിരിക്കുന്ന വിശ്വസ്വരൂപനാകുന്ന ഭഗവാൻ, ആ ഭഗവാനെ വിളിക്കുന്ന പേരാണ് സൃഗ്വി. 217 മന്ത്രമാണ്
വാചസ്പതിരുദാരഥി. വാചസ്പതി, ഉദാരഥി രണ്ട് മന്ത്രങ്ങളെ ഒന്നായിട്ട് പ്രയോഗിച്ചിരിക്കുകയാണ്. വാചസ്പതിരുദാരഥി. വാചം വാക്കുകൾ, വാക്കുകൾക്കെല്ലാം പതിയായിരിക്കുന്നവൻ വാചസ്പതി. എല്ലാ വാക്കിൻ്റെയും ഉത്ഭവസ്ഥാനം ഭഗവാനിൽ നിന്നാ. ഏതെങ്കിലും ശവം സംസാരിക്കുന്ന കണ്ടുണ്ടോ? ഇല്ല. അപ്പോൾ അതിനകത്ത് ചൈതന്യമുള്ളത് കൊണ്ട് മാത്രമാണ് അതിൻ്റെ ആ ശരീരത്തിൽ നിന്നും വാക്കുകൾ പുറപ്പെട്ടത്. അപ്പോൾ ആ വാക്കുകൾക്കെല്ലാം ഉത്ഭവസ്ഥാനം ഭഗവാൻ തന്നെയാണ്, സംശയമൊന്നുമില്ല. എല്ലാ വാക്കുകൾ ഉണ്ടാകുന്നത് എന്തിൽ നിന്നാണ്? അറിവിൽ നിന്നേ വാക്കുകൾ ഉണ്ടാകത്തുള്ളൂ. അറിവില്ലാതെ കണ്ട് വാക്കുകൾ ഉണ്ടാവുമോ? ഉണ്ടാകത്തില്ല. എല്ലാ വാക്കുകളിലും അറിവ് സ്ഫുലിംഗമായിട്ടിരിക്കുന്നു. അപ്പം അതുകൊണ്ട് ജ്ഞാനസ്വരൂപനാകുന്ന ഭഗവാനിൽ നിന്നുമാണ് എന്തുണ്ടാകുന്നത്? വാക്കുകളെല്ലാം ഉണ്ടാകുന്നത്. അതുകൊണ്ട് എല്ലാ വാക്കുകളുടെയും പതിയായിരിക്കുന്നവൻ, വാക്കുകളെ പരിപാലിക്കുന്നവൻ എന്നാണ് അർത്ഥം. പിന്നെ ഇനിയും മറ്റൊരു അർത്ഥം, വാചാലതയോടുകൂടി ജീവിതത്തിലെ പരമശ്രേഷ്ഠമായ സത്യത്തെ പ്രതിപാദിക്കുന്നവനാണ് വാചസ്പതി എന്ന് സാരം. പിന്നെ ധി എന്ന് പറഞ്ഞാൽ ബുദ്ധി. ഉദാരധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാരമതി. നമ്മൾ പറയത്തില്ലേ, അവൻ വളരെ ഉദാരമതിയാണ് എന്നതുപോലെ ഈ ഉദാരമായ ബുദ്ധിയുള്ളവൻ എന്ന് സാരം. ഭഗവാന്റെ കൃപ ഈ പ്രകൃതി നിയമങ്ങളെയൊക്കെ തെറ്റിച്ചു കഴിഞ്ഞാൽ പ്രകൃതി ശക്തികളൊന്നും ക്ഷമിക്കത്തില്ല. അഗ്നിയുടെ ദാഹക ശേഷി അതിന് യാതൊരു മയവും ഉള്ളതല്ല, അതിന് യാതൊരു മാറ്റവുമില്ല, ഒരു വിട്ടുവീഴ്ചയോ ദൈവമോ ഒന്നുമില്ല. അത് അങ്ങനെ ദഹിപ്പിച്ചു കൊണ്ടേയിരിക്കും. എന്നാൽ ഭഗവാൻ അങ്ങനല്ല. ഭഗവാൻ കൃപാമൂർത്തിയാണ്, ഉത്തമ ശ്ലോകനാണ് ഭഗവാൻ, കൃപാലുവാണ് ഭഗവാൻ. ഭക്തന്റെ ആരാണോ തന്നെ ആശ്രയിക്കുന്നത് ആ ഭക്തന്റെ തെറ്റുകളെ പൊറുത്ത് അവന്റെ അജ്ഞാനത്തെ മാറ്റി അവൻ ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നവനാണ് ഭഗവാൻ. അതുകൊണ്ട് ഉദാരമതിയായ ഭഗവാനെ ഉദാരഥി എന്ന് വിശേഷിപ്പിക്കുന്നു. വാചസ്പതിരുദാരഥി. ഗുരുർ ഗുരുതമോ ധാമ സത്യ സത്യപരാക്രമ നിമിഷോ നിമിഷസ്രഗ്വീ വാചസ്പതിരുദാരഥി. ഹരി ഓം. ഓം നമഃ ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. ശ്രീഭൂമി സമേത ശ്രീ മഹാവിഷ്ണവേ നമഃ. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം വിശ്വസ്മൈ നമഃ. 24-ാമത്തെ ശ്ലോകം. അഗ്രണീർഗ്രാമണീ ശ്രീമാൻ ന്യായോ നേതാ സമീരണ സഹസ്രമൂർധാ വിശ്വാത്മാ സഹസ്രാക്ഷ സഹസ്രപാദ. അഗ്രണീർഗ്രാമണീ ശ്രീമാൻ ന്യായോ നേതാ സമീരണ സഹസ്രമൂർധാ വിശ്വാത്മാ സഹസ്രാക്ഷ സഹസ്രപാദ. അഗ്രണീർ ഗ്രാമണി ശ്രീമാൻ ന്യായോ നേതാ സമീരണ സഹസ്രമൂർധ വിശ്വാത്മാ സഹസ്രാക്ഷ സഹസ്രപാദ്. അഗ്രണീ ഗ്രാമണി, ഇവിടെ ഇടയ്ക്ക് ഉച്ചരിക്കണം. അഗ്രണീർ ഗ്രാമണി, ഗ്രാമണി നിർത്തരുത്, ഗ്രാമണി അവിടെ ദീർഘമുണ്ട്. അഗ്രണീർ ഗ്രാമണി, പിന്നെ ഗ്രാമണി കഴിഞ്ഞിട്ട് വിസർഗമാണ്, അത് കഴിഞ്ഞിട്ട് ഇഷ് ഉച്ചരിക്കണം. അഗ്രണീർ ഗ്രാമണി ശ്രീമാൻ, ഗ്രാമണി ശ്രീമാൻ ന്യായോ നേതാ സമീരണ. അഗ്രണീർ ഗ്രാമണി ശ്രീമാൻ ന്യായോ നേതാ സമീരണ. അടുത്തത് സഹസ്രമൂർധ വിശ്വാത്മാ, എല്ലാത്തിലും ദീർഘമുണ്ട്. സഹസ്രമൂർധ വിശ്വാത്മാ സഹസ്രാക്ഷ സഹസ്രപാദ്. സഹസ്രാക്ഷ കഴിഞ്ഞിട്ട് ഒരു ഇസ് ഉച്ചരിക്കണം, എന്നിട്ട് സഹസ്രാക്ഷ സഹസ്രപാദ്. സഹസ്രാക്ഷ കഴിഞ്ഞ് വിസർഗമാണ്, ആ വിസർഗത്തിന് പകരം ഇസ്സാണ് അവിടെ വരിക. സഹസ്രാക്ഷ സഹസ്രപാദ്. അഗ്രണീർ ഗ്രാമണി ശ്രീമാൻ ന്യായോ നേതാ സമീരണ
സഹസ്രമൂർധ വിശ്വാത്മാ സഹസ്രാക്ഷ സഹസ്രപാദ. അഗ്രണീർ, ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് എത്തിക്കുന്നവൻ, മുന്നിൽ നിന്ന് വഴി കാണിക്കുന്നവൻ. അപ്പം നമ്മളെ ഏറ്റവും ഉയർന്ന തലം അതെവിടെയാണ്? നമ്മുടെ സ്വധാമം, നമ്മുടെ യഥാർത്ഥമായിരിക്കുന്ന ആത്മാവിൻ്റെ ആ തലം, ആ തലത്തിലേക്ക് നമ്മളെ നയിക്കുന്നവൻ, ഏറ്റവും ഉയർന്ന പദവികളിലേക്കെല്ലാം നമ്മളെ നയിക്കുന്നവൻ, അത് ഭഗവാനാണ്. അതുകൊണ്ട് ഭഗവാനെ അഗ്രണി എന്ന് പറയാം. അതുപോലെ ഭഗവാൻ തന്നെയാണ് മാർഗനിർദ്ദേശി. നമുക്ക് ഭഗവാൻ തന്നെയാണ് നമ്മളെ മുമ്പോട്ട് നയിച്ചു കൊണ്ടുപോകുന്നത്. ഭഗവാൻ തന്നെയാണ് ആ വിവേകശേഷിയായി നിന്ന് എല്ലാവരെയും മുൻപോട്ട് നയിക്കുന്നത് ഈശ്വര ശക്തിയാണ്. അതുകൊണ്ട് ഭഗവാനെ വിളിക്കുന്ന പേരാണ് അഗ്രണി. ഗ്രാമണി, ഗ്രാമം എന്നാൽ ഭൂതസമൂഹം എന്ന ഏതെങ്കിലും ഒരു കൂട്ടത്തിനെ വിളിക്കുന്ന പേരാണ് ഗ്രാമം. പല വസ്തുക്കളുടെ കൂട്ടം. അങ്ങനെ എല്ലാവരെയും നിയന്ത്രിക്കുകയും നയിക്കുകയും ചെയ്യുന്നവനാണ് ഭഗവാൻ. ഭൂതഗ്രാമത്തെ മുഴുവനും, ഭൂതങ്ങളുടെ കൂട്ടത്തെ മുഴുവനും, ഈ ഓരോ ജീവജാലങ്ങളെയും അതാതിൻ്റെതായ കൂട്ടം എന്ന് പറയാം. മനുഷ്യക്കൂട്ടം, മൃഗക്കൂട്ടം, പക്ഷിക്കൂട്ടം, സർപ്പക്കൂട്ടം. അപ്പം എന്ന് പറഞ്ഞതുപോലെ പഞ്ചഭൂതങ്ങൾ എല്ലാം അതതിൻ്റെതായ കൂട്ടങ്ങളാണ്. അങ്ങനെ എല്ലാ കൂട്ടങ്ങളെയും നയിക്കുന്നവരാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാൻ ഗ്രാമണി. അപ്പം അഗ്രണി, ഗ്രാമണി, ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് നമ്മുടെ മുമ്പിൽ നിന്ന് വഴികാട്ടി നയിച്ചു കൊണ്ടുപോകുന്നവൻ. അതുപോലെ സർവഭൂതഗ്രാമങ്ങളെയും നയിക്കുന്നവനായതുകൊണ്ട് ഭഗവാൻ ഗ്രാമണി. ഇനിയും ഭഗവാൻ ശ്രീമാൻ. ശ്രീ എന്നാൽ പ്രകാശസ്വരൂപം എന്നാണ്. അപ്പം ശ്രീമത്തായിരിക്കുന്നവൻ, പ്രകാശസ്വരൂപനാണ് ഭഗവാൻ. കാന്തിയുള്ളവനാണ് ഭഗവാൻ. ശ്രീ എന്നാൽ കാന്തി എന്നും അർത്ഥം. അപ്പം എല്ലാ ശോഭകളെയും അതിശയിക്കുന്നതായ ഭംഗി, എല്ലാ ശോഭയുടെയും ഇരിപ്പിടം എന്തുവാണ്? ഭഗവാനാണ്. ഈ സൗന്ദര്യമായിട്ട് പ്രകാശിതമാകുന്നത് ഭഗവാന്റെ സൗന്ദര്യമാണ്. ഏതെങ്കിലും ശവം കുറച്ച് ദിവസം കഴിഞ്ഞ് പറഞ്ഞാൽ അതിനകത്ത് സൗന്ദര്യം വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. അപ്പം സൗന്ദര്യത്തിൻ്റെ പ്രകടനമെല്ലാം എന്തിൻ്റെ സാന്നിധ്യത്തിലാണ് ഉണ്ടാകുന്നത്? ഈശ്വര ചൈതന്യത്തിൻ്റെ സാന്നിധ്യത്തിലാണ് സൗന്ദര്യത്തിൻ്റെ പ്രകാശാത്മകത ഉണ്ടാകുന്നതെല്ലാം. കാരണം എല്ലാ സൗന്ദര്യത്തിൻ്റെയും ഇരിപ്പിടം ഭഗവാനാണ്. ഭഗവാൻ സൗന്ദര്യധാമമാണ്. ഭഗവാൻ ശ്രീമാനാണ്, പ്രകാശസ്വരൂപനാണ്. നമ്മൾ പറയാറില്ലേ, ആ കുട്ടിയുടെ മുഖത്ത് എന്തൊരു സ്ത്രീയാണ്, എന്തൊരു മുഖശ്രീ ആ കുട്ടിക്ക്. പ്രകാശാത്മകത, ഈ പ്രകാശാത്മകതയാണ് നമ്മൾ മുഖശ്രീ എന്നവിടെ വിളിക്കുക. അപ്പം ഈ പ്രകാശാത്മകത ഉണ്ടാകുന്ന എങ്ങനെയാണ്? മനസ്സിനകത്ത് ഭയങ്കര ദുഃഖമുണ്ടെന്നുണ്ടെങ്കിൽ മുഖത്ത് പ്രസന്നത ഉണ്ടാകുമോ? ഉണ്ടാകത്തില്ല. മനസ്സിൻ്റെ ആ പ്രകാശാത്മകതയാണ്, ആ സന്തോഷാവസ്ഥയാണ് മുഖത്തെ സ്ത്രീയായിട്ട് വരുന്നത്. കാരണം ഭഗവാൻ ആനന്ദസ്വരൂപനാണേ. അപ്പം ആനന്ദസ്വരൂപനാണ് ഭഗവാൻ എന്നുള്ളത് കൊണ്ട് ആനന്ദമാണ് മുഖശ്രീയായിട്ട് മാറുന്നത്, അല്ലേ? ആനന്ദസ്വരൂപം തന്നെ. അപ്പോൾ അങ്ങനെ ഏറ്റവും അധികം കാന്തിയുള്ളവരും കാന്തിയെ പ്രദാനം ചെയ്യുന്നവരുമൊക്കെയാണ് ഭഗവാൻ. അതുകൊണ്ട് ശ്രീമാൻ. അടുത്ത 221 മന്ത്രമാണ് ന്യായ. ന്യായ എന്ന പദത്തിന് സാധാരണ നീതി എന്നാണ് അർത്ഥം. നീതി, ന്യായങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ ഇവിടെ ആധ്യാത്മികത്തിൽ തർക്കം, യുക്തി എന്നെല്ലാം എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. അതായത് ഈ ശ്രുതിയിൽ പ്രതിപാദിക്കുന്നതായ കാര്യങ്ങൾ അങ്ങനെ അങ്ങ് വിഴുങ്ങുക, അത് നമ്മുടെ സനാതന ധർമ്മത്തിലില്ല. നമ്മുടെ ധർമ്മത്തിൻ്റെ പ്രത്യേകത ഏതെങ്കിലും ഒരു ശ്രേഷ്ഠനാണെന്ന് നമ്മൾ പറയുന്ന ഒരു വ്യക്തി പറഞ്ഞതുകൊണ്ട് നമ്മൾ അങ്ങ് അംഗീകരിച്ചേക്കാം, അങ്ങ് ചെയ്തേക്കാം എന്നുള്ളതല്ല. യുക്തിയുക്തമായി താർക്കിക ബുദ്ധിയോടുകൂടിയാണ് നമ്മൾ അതിനെ സമീപിക്കുക. ഇങ്ങനെ ശ്രുതിയിൽ പ്രതിപാദിക്കുന്ന പരമാർത്ഥത്തെ തർക്കത്തിൽ കൂടെയും യുക്തിയുക്തമായും അറിവാൻ സഹായിക്കുന്ന സമ്പ്രദായത്തെയാണ് ന്യായം എന്ന പദം കൊണ്ട് വിവക്ഷിക്കുന്നത്. ബ്രഹ്മ സത്യം, ജഗത് മിഥ്യ എന്ന ഈ പ്രമാണം ബോധ്യപ്പെടുവാൻ ജ്ഞാനമാർഗം പിന്തുടരുന്നവരെയും മറ്റു ഭക്തന്മാരെയും അവരുടെ ഹൃദയാകാശത്തിൽ നിന്ന് തർക്കം, യുക്തി എന്നിവയുടെ സഹായത്താൽ ബോധ്യപ്പെടുത്തുന്നതിനാൽ ഭഗവാൻ ന്യായ. അപ്പം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് അതിനെ അന്ധമായി വിശ്വസിക്കുന്ന ഒരു സമ്പ്രദായമല്ല സനാതന ധർമ്മം.
അതുകൊണ്ടാണ് കാലാനുസൃതമായ മാറ്റങ്ങളെയെല്ലാം സനാതനധർമ്മം എപ്പോഴും അംഗീകരിക്കുന്നത്. എന്നാൽ ചില സമസ്റ്റിക് മതങ്ങളിലൊക്കെ കാലദേശങ്ങൾക്കൊന്നും വിധേയമാകുന്നതേ ഇല്ല. അവരുടെ നിയമങ്ങളെല്ലാം പറയുന്നത് എന്തോ അതിനെ ചോദ്യം ചെയ്യാതെ കണ്ട് അനുസരിച്ചു കൊള്ളണമെന്നാണ്. എന്നാൽ സനാതനധർമ്മത്തിൽ അങ്ങനെയില്ല. യുക്തിക്ക് സഹജമായി തോന്നുന്നില്ല എന്നൊരു തള്ളിക്കളയുക, അത്രമാത്രമാണ് പറയുന്നത്. നമുക്ക് യുക്തിസഹമായി തോന്നുന്നില്ല ഒരു പ്രമാണം എന്നുണ്ടെങ്കിൽ അതിനെ തള്ളിയേക്കുക, അതിനെ ഒരിക്കലും സ്വീകരിക്കാതിരിക്കുക. ഇതാണ് നമ്മുടെ സമ്പ്രദായം. അതുകൊണ്ടാണ് ഈ സനാതനധർമ്മം സത്യമായ ധർമ്മമാണ് എന്ന് പറയാനുള്ളതായ കാരണം അത് തന്നെ. കാരണം ഏതെങ്കിലും ഒരാളിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് അയാൾ വിളമ്പുന്നതായ ഒരു പ്രമാണങ്ങളെ ജീവിതകാലം മുഴുവനും ലോകാവസാനം വരെയും പിന്തുടർന്നോളണം എന്നൊരു സമ്പ്രദായമല്ല നമുക്കുള്ളത്. അങ്ങനെ നമ്മുടെ മനസ്സിനകത്ത് യുക്തമായി നിന്ന് ഈ പ്രമാണങ്ങളെ ബോധ്യപ്പെടുത്തി തരുന്ന ശക്തി ഈശ്വരനായ കാരണം കൊണ്ട് ഭഗവാനെ വിളിക്കുന്ന പേരാണ് ന്യായ. അടുത്തത് നേത. വിശ്വപ്രപഞ്ചത്തിലെ സകല ജീവരാശികളെയും രക്ഷിക്കുക, വളർത്തുക, പോഷിപ്പിക്കുക, നയിക്കുക എന്നീ ക്രിയകൾ ചെയ്യുന്ന വിശ്വനേതാവാണ് വിഷ്ണു. ജഗത് യന്ത്രനിർവാഹക, അതായത് ജഗത്താകുന്നതായ യന്ത്രത്തെ നിയന്ത്രിക്കുന്നതായ പ്രവർത്തിപ്പിക്കുന്നതായ ശക്തിയാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാനെ വിളിക്കുന്ന പേരാണ് നേതാ. 223 മന്ത്രമാണ് സമീരണ. സമീരണ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും പ്രേരിപ്പിക്കുന്നവൻ എന്നാണ് സാരം. ജീവജാലങ്ങളുടെ ശ്വാസോച്ഛ്വാസമായി നിന്ന് അവരെ കൊണ്ട് വേണ്ട വിധത്തിൽ പ്രവർത്തിപ്പിക്കുന്നു. സമീരൻ എന്ന് പറഞ്ഞാൽ വായു എന്ന അർത്ഥം. ചലനമാണ് പ്രവൃത്തിയുടെ പുറം ലക്ഷണം. അപ്പം ചലനത്തിൽ കൂടാണല്ലോ നമ്മളൊരു വസ്തു പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് നമ്മൾ അറിയുക. അതിനാൽ ശ്വസന രൂപത്തിൽ ഭഗവാൻ സ്ഥിതി ചെയ്ത് എല്ലാ ജീവികളെ കൊണ്ടും അവരവരുടെ കർത്തവ്യങ്ങൾ നിർവഹിപ്പിക്കുന്നു. വിശ്വ പ്രാണരൂപത്തിൽ, വിശ്വത്തിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നതായ പ്രാണന്റെ സ്വരൂപത്തിൽ സകല ജീവികളുടെയും സകല ചലനങ്ങളും നിയന്ത്രിക്കുന്നത് മഹാവിഷ്ണുവാണ്. അതുകൊണ്ട് ഭഗവാനെ വിളിക്കുന്ന പേരാണ് സമീരണ. അടുത്ത മന്ത്രങ്ങള് സഹസ്രമൂർധ, വിശ്വാത്മ, സഹസ്രാക്ഷ, സഹസ്രപാദ. ഈ പുരുഷസൂക്ത മന്ത്രത്തിനകത്തെ സഹസ്രശീർഷ പുരുഷ, സഹസ്രാക്ഷ, സഹസ്രപാദ അത് തന്നെയാണ് ഇവിടെ. സഹസ്ര ശീർഷ എന്നുള്ളത് സഹസ്രമൂർധ, പിന്നെ പുരുഷ എന്നുള്ളത് വിശ്വാത്മ, പിന്നെ സഹസ്രാക്ഷ, സഹസ്രപാദ. അപ്പം ഇവിടെ എണ്ണമില്ലാത്ത, സഹസ്രം എന്ന് പറഞ്ഞാൽ അനന്തം, എണ്ണമില്ലാത്ത ജീവജാലങ്ങൾ, ഭൂമിയിലെ ജീവജാലങ്ങൾ, വൃക്ഷലതാദികളും പക്ഷിമൃഗാദികളും ദേവന്മാരും ഗന്ധർവന്മാരും യക്ഷന്മാരും എന്ന് വേണ്ട എല്ലാറ്റിൻ്റെയും തല ആയിരിക്കുന്നത്, അനേകം തലകളായിരിക്കുന്നത് ഈ ഭഗവത് ശക്തി തന്നെയാണ്. അതുപോലെ അക്ഷം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്ദ്രിയങ്ങളെന്നാണ്. അപ്പം ജ്ഞാനേന്ദ്രിയങ്ങളെന്ന് എടുക്കുക, പാദം എന്ന് പറഞ്ഞാൽ കർമ്മേന്ദ്രിയങ്ങളെന്ന് എടുക്കുക. അപ്പം എണ്ണമില്ലാത്ത കർമ്മേന്ദ്രിയങ്ങളും എണ്ണമില്ലാത്ത അത്ര ജ്ഞാനേന്ദ്രിയങ്ങളും അതുപോലെ എണ്ണമില്ലാത്ത അത്ര തലയുമൊക്കെ ആയിരിക്കുന്നത് ഈ ഒരേ പുരുഷനാണ്. ഇവയിലെല്ലാം വിശ്വത്തിൽ മുഴുവനും ആത്മസ്വരൂപം നിൽക്കുന്ന ആ ചൈതന്യം തന്നെ, വിശ്വത്തിൻ്റെ ആത്മാവ് തന്നെയാണ് സർവ്വജീവജാലങ്ങളുടെയും ആത്മാവായിരിക്കുന്നത്. ഈ വിശ്വം മുഴുവനും ചൈതന്യാത്മകമാണ്. ഈ വിശ്വത്തിനൊരു ആത്മാവുണ്ട്. ആ വിശ്വത്തിൻ്റെ ആത്മാവ് തന്നെയാണ് സർവ്വജീവജാലങ്ങളിലും അവരുടെ തലയിലും ഇന്ദ്രിയങ്ങളിലും കർമ്മേന്ദ്രിയങ്ങളിലും ജ്ഞാനേന്ദ്രിയങ്ങളിലും എല്ലാം പ്രവർത്തനക്ഷമമായി നിൽക്കുന്നത്. സഹസ്രശീർഷ പുരുഷ, സഹസ്രാക്ഷ, സഹസ്രപാദ് അത് തന്നെ സഹസ്രമൂർധ, അനന്തമായ തലകളോടുകൂടിയവൻ. വിശ്വാത്മാ, വിശ്വത്തിൻ്റെ ആത്മസ്വരൂപമായിരിക്കുന്നവൻ. സഹസ്ര അക്ഷ, എണ്ണമില്ലാത്തതായ അനന്തമായ ജ്ഞാനേന്ദ്രിയങ്ങളായിരിക്കുന്നവൻ. സഹസ്രപാദ്, എണ്ണമില്ലാത്ത കർമ്മേന്ദ്രിയങ്ങളായിരിക്കുന്നവൻ. അതെല്ലാം ഈ മഹാവിഷ്ണു തന്നെയാണ്. വിശ്വത്തിൽ മുഴുവൻ വ്യാപരിച്ചിരിക്കുന്ന വിശ്വരൂപനായിരിക്കുന്ന മഹാവിഷ്ണു തന്നെയാണ്. അതുകൊണ്ട് സഹസ്രമൂർധ വിശ്വാത്മാ, സഹസ്രാക്ഷ, സഹസ്രപാദ്. പുരുഷസൂക്തത്തിലെ അതേ മന്ത്രം തന്നെ, ഇടയ്ക്ക് ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. പുരുഷ എന്നുള്ളിടത്ത് വിശ്വാത്മാ വരും, സഹസ്രമൂർധ എന്നുള്ളിടത്ത് സഹസ്രശീർഷ എന്നും വരുന്നു, അത്രയേ ഉള്ളൂ. അപ്പം സഹസ്രമൂർധ വിശ്വാത്മാ, സഹസ്രാക്ഷ, സഹസ്രപാദ്. അഗ്രണീർഗ്രാമണീ ശ്രീമാൻ ന്യായോ നേതാ സമീരണ.
സഹസ്രമൂർധാ വിശ്വാത്മാ സഹസ്രാക്ഷ സഹസ്രപാദ അഗ്രണീർഗ്രാമണീ ശ്രീമാന്യായോ നേതാ സമീരണ സഹസ്രമൂർധാ വിശ്വാത്മാ സഹസ്രാക്ഷ സഹസ്രപാദ. ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇനി നമ്മൾ 25-ാമത്തെ ശ്ലോകമാണ് ചർച്ച ചെയ്യുന്നത്. ആവർത്തനോ നിവൃത്താത്മാ സംവൃത സംഭ്രമർദ്ദന അഹസംവർത്തകോ വഹ്നിരനിലോ ധരണീധര. ആവർത്തനോ നിവൃത്താത്മാ. സംവൃത കഴിഞ്ഞിട്ട് വിസർഗമാണ്. അപ്പം സംവൃത സംഭ്രമർദ്ദന. സംവൃത സംഭ്രമർദ്ദന. പിന്നെ അടുത്ത വരിയിൽ അഹ കഴിഞ്ഞിട്ട് വിസർഗമാണ്. അപ്പം അഹസ്. പിന്നെ അഹസംവർത്തകോ. അത് കഴിഞ്ഞ് വഹ്നി. നമ്മൾ സാധാരണ വെച്ചിരിക്കുമ്പം വന്യ വന്യ എന്നങ്ങ് പറഞ്ഞു പോകും. വഹ്നിരനിലോ ധരണീധര. വഹ്നി കഴിഞ്ഞിട്ട് അവിടെ വിസർഗമാണ്. ആ സ്ഥലത്ത് രകാരം ഉച്ചരിക്കുക. അപ്പം അഹസംവർത്തകോ വഹ്നിരനിലോ ധരണീധര. ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. വഹ്നിരനിലോ ധരണീധര. നമുക്കിതിൻ്റെ അർത്ഥം നോക്കാം. ആവർത്തനോ നിവൃത്താത്മാ. ആവർത്തനോ ആവർത്തിക്കുന്നവൻ. ആവർത്തന വീണ്ടും വീണ്ടും ചുറ്റിത്തിരിയുന്നവൻ എന്ന അർത്ഥം. ഈ പ്രപഞ്ചമാകുന്ന സംസാര ചക്രത്തെ ഒരു നിമിഷം പോലും നിർത്താതെ തിരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഭഗവാൻ. ജഗത്തിൻ്റെ ചക്രം അതുതന്നെയാണ് കാലചക്രം. ജീവരാശികൾ മോക്ഷം പ്രാപിക്കുന്നത് വരെ ഈ കാലചക്രത്തിൽ വീണ്ടും വീണ്ടും ജനിക്കുന്നു മരിക്കുന്നു, വീണ്ടും വീണ്ടും ജനിക്കുന്നു മരിക്കുന്നു. അപ്പം അങ്ങനെ വീണ്ടും വീണ്ടും ഈ ജീവജാലങ്ങളെ ഈ സംസാരത്തിൽ ഇങ്ങനെ ചുറ്റിത്തിരിച്ച് അവസാനം തന്നിലേക്ക് ചേർക്കും. ഈ പ്രപഞ്ച സൃഷ്ടി ഭഗവാൻ നടത്തിയത് തന്നെ ജീവാത്മാക്കൾക്ക് മോക്ഷം കൊടുക്കാനാണ് എന്നാ പറയുക. ഇനിയും ഭഗവത്ഗീത പറയും, ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ. അല്ലയോ അർജുന, ഞാൻ സകല ജീവരാശികളുടെയും ഹൃദയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹൃദയസ്ഥനായ ഞാൻ എൻ്റെ മായാശക്തി കൊണ്ട് എല്ലാവരെയും എല്ലാ തലത്തിലും കറക്കുകയാണ്. അങ്ങനെ ദുർഘടമായ ഒരു മഹായന്ത്രം പ്രവർത്തിക്കുന്നതുപോലെ അങ്ങനെ ഈ നമ്മുടെ ഹൃദയത്തിലും പ്രപഞ്ചത്തിലും മുഴുവനും വർത്തിച്ച് ഇങ്ങനെ ഇതിനെ മുഴുവനും ചുറ്റിക്കുന്നവനായതുകൊണ്ട് ഭഗവാൻ ആവർത്തന. അടുത്തത് നിവൃത്താത്മാ. സംസാര ബന്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതായ ആത്മാവ്. ഒരു പാദം കൊണ്ടാണ് ഭഗവാൻ പാദോ അസ്യ വിശ്വാഭൂതാനി ത്രിപാദസ്യ അമൃതം ദിവി. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഈ ഭഗവാൻ ഒരു പാദം കൊണ്ടാണ് വിശ്വമായി പരിണമിച്ചിരിക്കുന്നത്. 3 പാദം കൊണ്ട് അമൃതസ്വരൂപമായിട്ട് തന്നെ വർത്തിക്കുന്നു. ഈ പ്രപഞ്ചമായി പരിണമിച്ചിരിക്കുന്നത് സഗുണബ്രഹ്മമെന്നും മറ്റേ 4/3 ഭാഗം ഒരേ രീതിയിൽ നിന്ന് പ്രകാശിക്കുന്നു. അതിനെ സച്ചിദാനന്ദ സ്വരൂപം, അതിനെയാണ് നിർഗുണ ബ്രഹ്മം എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഈ നിർഗുണ ബ്രഹ്മമായിരിക്കുന്നതിനെയാണ് നിവൃത്താത്മാ എന്ന് പറയുക. പ്രകൃതിയിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന പരിശുദ്ധ ആത്മസ്വരൂപം, അതിനെയാണ് നിവൃത്താത്മാ എന്ന് പറയുക. അടുത്തത് സംവൃത, മൂടപ്പെട്ടവൻ എന്ന അർത്ഥം. ഈ ആത്മാവ് ഇന്ദ്രിയ മനോബുദ്ധികൾക്കൊന്നും വിധേയമല്ല. നിർഗുണാത്മാവ് ഇന്ദ്രിയ മനോബുദ്ധികൾക്ക് വിധേയമല്ല. എന്നാൽ സഗുണബ്രഹ്മമേ ഇന്ദ്രിയ മനോബുദ്ധികൾക്ക് വിധേയമാകത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ഭഗവാൻ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ ജീവൻ തന്നെ ഭഗവാനെ കാണാൻ പറ്റുന്നില്ല, ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. അത് കാരണം കൊണ്ടാണല്ലോ അജ്ഞാനം എന്ന് വിളിക്കുന്നത്. ന അഹം പ്രകാശ സർവസ്യ യോഗമായ സമാവൃത എന്ന് ഭഗവത്ഗീതയിൽ. യോഗമായയാൽ മൂടപ്പെട്ടിരിക്കുന്ന ഞാൻ എല്ലാവർക്കും പ്രത്യക്ഷമായി തീരുന്നില്ല എന്ന് സാരം.
നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ദ്വാസുവർണ സ്വൈജ സഖായ സമാനം വൃക്ഷം പരിഷ്ജാതിയെ തയോരന്യ പിപ്പലം സ്വാദ്യനന്യോഭിജാഗശീതി. ഒരേ വൃക്ഷത്തിൽ തന്നെ ജീവാത്മാവും പരമാത്മാവും ഇരിക്കുന്നു. ആ പരമാത്മാവ് ഇപ്പം മറയപ്പെട്ടിരിക്കുകയാണ്, കാണാൻ പറ്റുന്നില്ല. എപ്പോഴാണോ ഈ ജീവാത്മാവ് തന്നിൽ തന്നെ ഈ ശരീരത്തിൽ തന്നെ വർത്തിക്കുന്നതായ പരമാത്മാവിനെ സാക്ഷാത്കരിക്കുന്നത്, അപ്പോഴവൻ ജീവൻ മുക്തനാകുന്നു. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം എന്നതുപോലെ ഇപ്പോൾ ആവരണത്താൽ, അജ്ഞാനമാകുന്ന ആവരണത്താൽ മൂടപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഭഗവാനെ സംവൃതാത്മാ എന്ന് പറയുന്നു. സംവൃത, സംപ്രമർദ്ദന, സംയുക്തമായി പ്രകർഷണ മർദ്ദിക്കുന്നവൻ. ഭഗവാൻ തന്നെ കാലസ്വരൂപനായി നിന്ന് ദണ്ഡനീതി നടത്തുന്നു. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയുടെയും ഫലം നമ്മൾ അനുഭവിക്കാതെ കൊണ്ട് പറ്റത്തില്ല. ഭഗവാൻ നമ്മളെ ശിക്ഷിക്കുന്നത് നമ്മളെ നേർവഴിക്ക് നടത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നേർവഴിക്ക് നടത്തി അവസാനം ഭഗവാനുമായിട്ട് നമ്മൾ ചെന്ന് ചേരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു ജന്മത്തിൽ വെച്ച്. അങ്ങനെ നമ്മളെ അധർമ്മത്തിൽ നിന്നും മോചിപ്പിച്ച് ധർമ്മത്തിലേക്ക് നടത്തുന്ന കാലദണ്ഡം അത് ഭഗവാന്റെ നീതിയാണ്. അപ്പം അത് കാരണം കൊണ്ട് ഭഗവാൻ തന്നെയാണ് എല്ലാവരെയും അങ്ങനെ മർദ്ദിക്കുന്നവൻ. ഈ കാലസ്വരൂപനായിരിക്കുന്ന രുദ്രന്റെ ഏഷാം അന്നം വാതോ വർഷവിഷയ, അതായത് അന്നം, കാറ്റ്, വർഷം എന്നിവയെല്ലാം രുദ്രന്റെ അസ്ത്രങ്ങളാണ് എന്നാ പറയുക. അപ്പം നമുക്ക് ദാരിദ്ര്യമുണ്ടാകുന്നത്, അതുപോലെ പ്രകൃതിക്ഷോഭങ്ങളിൽ കൂടിയൊക്കെ ദുരിതങ്ങൾ ഉണ്ടാകുന്നത്, ഇതെല്ലാം കാലസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ നമുക്ക് തരുന്നതായ ശിക്ഷയാണ്. ഇങ്ങനെ ദുർജനങ്ങൾക്ക് പ്രതികൂലമായി ഇവയെല്ലാം അനുഭവപ്പെടുത്തി മഹാവിഷ്ണു സംപ്രമർദ്ദനായിത്തീരുന്നു. അങ്ങനെ അവരെ ശിക്ഷിച്ച് ഭഗവാൻ നേർവഴിയിൽ കൂടി ഭഗവാനിലേക്ക് ചേർക്കുന്നു. അതുകൊണ്ട് ഭഗവാൻ സംപ്രമർദ്ദന. അടുത്ത 232 മന്ത്രമാണ് അഹ സംവർത്തക. അഹസ്സിന് ദിവസമെന്നും പകലെന്നും അർത്ഥമുണ്ട്. അപ്പം ദിവസത്തെയും പകലിനെയും ഒക്കെ സൃഷ്ടിക്കുന്നവൻ, ജ്യോതിസ്വരൂപനായ ആദിത്യ ഭഗവാനായി നിന്ന് ദിനരാത്രങ്ങളെ സൃഷ്ടിക്കുന്ന, പ്രവർത്തിപ്പിക്കുന്നതായ ആ ഭഗവാനാണ് അഹസംവർത്തക. ഈ ആദിത്യ ഭഗവാൻ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി. ആദിത്യ ഭഗവാൻ ബ്രഹ്മത്തിന്റെ പ്രത്യക്ഷ സ്വരൂപം തന്നെയാണ് എന്ന് വേദങ്ങൾ. യദാദിത്യഗതം തേജോ ജഗദ്ഭാസയദേഖിലം യച്ചന്ദ്രമസി യച്ചാഗ്നൗ തത്തേജോ വിദ്ധി മാമകം എന്ന് ഭഗവത്ഗീതയിൽ. ജഗത്തിനെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന ആദിത്യനിലുള്ള തേജസ്സും ചന്ദ്രനിലും അഗ്നിയിലുമുള്ള തേജസ്സും ഞാൻ തന്നെ. അങ്ങനെ ആദിത്യനായി നിന്ന് ഭഗവാൻ അഹസംവർത്തകനാകുന്നു, ദിനരാത്രങ്ങളെ സൃഷ്ടിക്കുന്നു. അടുത്തത് വഹ്നി. വൈദിക തലത്തിൽ എല്ലാ ദേവന്മാർക്കും ദേവനായിട്ട് അഗ്നിയെയാണ് പൂജിച്ചിരിക്കുന്നത്. അഗ്നിമീലയെ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം ഹോതാരം രത്നധാതവം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്, അഗ്നിയെ സ്തുതിച്ചുകൊണ്ടാണ് ഋഗ്വേദം ആരംഭിക്കുന്നത്. അവിടെ അഗ്നിക്ക് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അഗ്രത്തിലേക്ക് നയിക്കുന്നവൻ, നമ്മളെ മുമ്പോട്ട് നയിക്കുന്നവൻ എന്നുള്ളതായ അർത്ഥത്തിലാണ്. ഈശ്വരനാണ് നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. ഇവിടെ അഗ്നിയുടെ പര്യായമായിട്ട് വഹ്നി എന്ന് പ്രയോഗിച്ചിരിക്കുന്നു. വഹ്നി എന്ന് പറഞ്ഞാൽ വഹിച്ചു കൊണ്ടുപോകുന്നവൻ എന്നാണ്. യാഗങ്ങളിൽ ദേവന്മാർക്ക് ഹവിസ് അർപ്പിക്കുമ്പോൾ ആ ഹവിസിനെ ദേവന്മാരിലേക്ക് വഹിച്ചു കൊണ്ടുപോകുന്നത് ഈ വഹ്നിയാണ്, അഗ്നിയാണ്. അതുകൊണ്ട് വഹ്നി എന്നുള്ള പേരുണ്ടായി. നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ പ്രകൃതിശക്തികളൊക്കെ ദേവന്മാരാണല്ലോ. നമ്മൾ അഗ്നിദേവൻ, വർണ്ണദേവൻ, വായുദേവൻ എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പോൾ നമ്മൾ ഹോമിക്കുന്നതായ ഹോമദ്രവ്യങ്ങൾ അഗ്നിയിൽ കൂടിയാണ് അതിൻ്റെ മോളിക്യൂൾസായിട്ട് മാറുക. എന്നിട്ട് അത് ഈ പ്രകൃതിയിൽ കലരുന്നു. അങ്ങനെ പ്രകൃതിക്ക് തന്നെ ശക്തി ഉണ്ടാകുന്നു. പ്രകൃതിയിലെ വിവിധമായ ശക്തികളെല്ലാം പോഷിപ്പിക്കപ്പെടുന്നു. അത് അങ്ങനെ എടുത്തിട്ട് കഴിഞ്ഞാൽ പോഷിക്കുമോ? ഇല്ല. അതെന്തായിട്ട് മാറണം? അതിൻ്റെ സൂക്ഷ്മ രൂപത്തിലേക്ക് മാറണം. അങ്ങനെ സൂക്ഷ്മ രൂപത്തിലേക്ക് മാറ്റുന്നത് ആരാണ്? ഈ അഗ്നി തന്നെയാണ്. അപ്പോൾ അഗ്നിയിൽ കൂടിയാണ് അത് ദഹിച്ച് അതിൻ്റെ സൂക്ഷ്മരൂപത്തിലെത്തി പ്രകൃതിക്ക് അതിൻ്റെ ശുദ്ധവും പുഷ്ടിയും ഉണ്ടാകുന്നത്. അപ്പോൾ ആ നിലയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാലും ഈ വഹ്നി എന്നുള്ള പേര് യോജിക്കും. കാരണം ദേവന്മാരെ പുഷ്ടിപ്പെടുത്തുന്ന രീതിയിൽ ആ ഹവിസിനെ ദേവന്മാരിലേക്ക് വഹിച്ചു കൊണ്ടുപോകുന്നു, അതിനെ സൂക്ഷ്മരൂപത്തിലാക്കി വഹിച്ചു കൊണ്ടുപോകുന്നു എന്ന രീതിയിൽ ഇവിടെ ആ ഭഗവാൻ തന്നെയാണ് വഹ്നിയായി മാറിയിരിക്കുന്നത്. അതുകൊണ്ട് ഭഗവാനെ വിളിക്കുന്ന പേരാണ് വഹ്നി. അടുത്തത് അനില. അനിലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റെന്നാണ് അർത്ഥം, വായു. കാറ്റില്ലാതെ കണ്ട് തീ കത്തത്തില്ലല്ലോ, ഇത് നമുക്കറിയാവുന്നൊരു കേസാണ്. അപ്പം അതുകൊണ്ട് വഹ്നിയുടെ കൂട്ടുകാരനായിട്ട് നിൽക്കുന്നത് എപ്പോഴും വായുവാണ്. അപ്പം ഈ വഹ്നിക്ക്
ജ്വലിക്കുവാൻ ആവശ്യമായി സഹായിയായി നിൽക്കുന്നതായ അനിലനാകുന്നതായ വായുവായി നിൽക്കുന്നതും ഭഗവാൻ തന്നെയാണ്. പിന്നെ അനിലന് പ്രാണനി എന്നും അർത്ഥമുണ്ട്. സർവ ജീവരാശികളിലും പ്രാണനായി നിലകൊള്ളുന്നതും ഈ ഭഗവാൻ തന്നെയാണ്. ഈ വായു എപ്പോഴും ചലിച്ചുകൊണ്ടേയിരിക്കുക. ആ നിലൻ, അതാണ് അനിലൻ. നിലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇരിപ്പിടമില്ലാത്തവൻ. കാരണം എപ്പോഴും ചലിച്ചുകൊണ്ടേയിരിക്കണം, എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുക. അതുകൊണ്ടാണ് അനിലൻ എന്നുള്ള പേര് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ആ അനിലൻ, അതാണ് വായു. ആ വായുവിൻ്റെ കൂട്ടുകാരനാണ് ആര്? അഗ്നി. അപ്പൊ അങ്ങനെ ഈ വായു സ്വരൂപനായിരിക്കുന്നതും പ്രാണസ്വരൂപനായിരിക്കുന്നതുമെല്ലാം ഭഗവാനായതുകൊണ്ട് ഭഗവാൻ തന്നെ അനില. ഇനിയും അടുത്ത മന്ത്രം 235. ധരണീധര. ധരണി ഭൂമി, ഭൂമിയെ ധാരണം ചെയ്യുന്നവൻ, ഭൂമിയെ വഹിക്കുന്നവൻ. സർവ്വജീവജാലങ്ങളെയും ഉൾക്കൊണ്ടിരിക്കുന്നത് ഭൂമിയാണ്. ഈ ഭൂമിയെ വഹിച്ചിരിക്കുന്നത് ആരാണ്? ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാൻ ഭൂമിയെ വഹിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഭഗവാന് പല പേരുകളുണ്ട്. ആദിശേഷനായി നിന്ന് ഭൂമിയെ താങ്ങുന്നു, ദിഗ്ഗജങ്ങളായി നിന്ന് ഭൂമിയെ താങ്ങുന്നു, കൂർമ്മമായി നിന്ന് ഭൂമിയെ താങ്ങുന്നു, വരാഹമായി നിന്ന് ഭൂമിയെ താങ്ങുന്നു. ഇതെല്ലാം ഈ ഭൂമിയെ ധാരണം ചെയ്തിരിക്കുന്നതായ ആ ഭൂമിയെ ധാരണം ചെയ്തിരിക്കുന്ന ആ ശക്തിവിശേഷത്തെ വിളിക്കുന്ന പേരാണ് പല പേരിൽ. ഭൂമിർ ധേനുർധരണി ലോകധാരിണി ഉദ്ധൃതാസി വരാഹേന കൃഷ്ണേന ശതബാഹുന. അതായത് വരാഹേന കൃഷ്ണേന ഉദ്ധൃതാസി, ഈ എല്ലാറ്റിനെയും നമുക്ക് തരുന്നതായ ഈ ധരണി, നമ്മളെ താങ്ങി നിർത്തുന്നതായ അതുകൊണ്ട് ഭൂമി, എല്ലാത്തിനെയും വഹിച്ചിരിക്കുന്നത് കൊണ്ട് ധരണി, പിന്നെ എല്ലാത്തിനെയും നമുക്ക് പ്രദാനം ചെയ്തതുകൊണ്ട് ധേനു. അങ്ങനെ എല്ലാ ലോകത്തെയും പ്രദാനം ചെയ്യുന്നതായ ഇതിനെ ഈ വരാഹസ്വരൂപമായും കൃഷ്ണനായും 1000 കൈകൾ കൊണ്ട് താങ്ങി നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മളൊന്ന് സൂക്ഷ്മമായിട്ട് നമുക്കൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആകർഷണ വികർഷണ നിയമം അനുസരിച്ചിട്ടാണ് സൂര്യന് ചുറ്റും ഈ ഭൂമി ഇങ്ങനെ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങി സൂര്യന് ചുറ്റും ഇങ്ങനെ വലം വെച്ചുകൊണ്ടേയിരിക്കുന്നത്. അത് ആ ഒരു പ്രത്യേക വലയത്തിൽ മാത്രം, പ്രത്യേക ആ ഒരു ദൂരപരിധിയെ, അതിൻ്റെ ആ ഭ്രമണപഥത്തെ അവലംബമാക്കിക്കൊണ്ട് തന്നെ അതിന് യാതൊരു മാറ്റവും ഇല്ലാതെ കണ്ട് അത്ര കൃത്യനിഷ്ഠമായിട്ട് സൂര്യൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാലോ ചൂടുകൂടി നമുക്ക് താമസിക്കാൻ പറ്റാതെ കണ്ടുവരും. അകന്നു പോയി കഴിഞ്ഞാലോ മഞ്ഞു മൂടി നമുക്ക് താമസിക്കാൻ പറ്റാതെ കണ്ടുവരും. അപ്പം അതിൻ്റെ പ്രത്യേകമായ ആ ഒരു 18 ഡിഗ്രി ചരിവിൽ ആ ഭൂമിയെ താങ്ങി നിർത്തി അതിൻ്റെ സ്വന്തം ഭ്രമണപഥത്തിൽ ഇങ്ങനെ കറക്കി സൂര്യന് ചുറ്റും ഇങ്ങനെ സഞ്ചരിപ്പിച്ചു കൊണ്ടുപോകുന്ന ആ ഒരു ശക്തിവിശേഷം, അതിനെ കൃത്യമായിട്ട് വിധാനം ചെയ്തിരിക്കുന്നതായ ആ ആകർഷണ വികർഷണ നിയമം, അതൊന്ന് ചിന്തിച്ചു നോക്കിയേ, എത്ര അപാരമാണ് ആ ഒരു ശക്തിവിശേഷം. ഇങ്ങനെ ഭൂമിയെ താങ്ങി നിർത്തിയിരിക്കുന്ന ശക്തിവിശേഷത്തെ പ്രത്യേക രൂപങ്ങൾ കൊടുത്ത് പറയുന്നതാണ് വരാഹം, ഭൂമി, കൂർമ്മം, ദിഗ്ഗജങ്ങള് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെ ഭൂമിയെ താങ്ങി നിർത്തി പ്രവർത്തിപ്പിക്കുന്നവനായതുകൊണ്ട് ഭഗവാനെ വിളിക്കുന്ന പേരാണ് ധരണീധര. ഇങ്ങനെ പ്രപഞ്ചത്തിൽ നടക്കുന്നതായി ഈ പ്രതിഭാസത്തെയാണ് വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള അതിനെ തന്നെ മറ്റൊരു രീതിയിൽ ആധ്യാത്മിക തലത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ ആധ്യാത്മിക ഗ്രന്ഥങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ പറയും. അങ്ങനെയാണ് ഭഗവാൻ വരാഹമായിട്ട് അവതരിച്ച് ഹിരണ്യാക്ഷനെ കൊന്നു, ഭൂമിയെ ഉദ്ധരിച്ചു എന്നൊക്കെ കഥാസ്വരൂപത്തിൽ അവിടെ പറയുമ്പോൾ അത് ആധ്യാത്മിക തത്വങ്ങളാണ്. എന്നാൽ ഈ ആധ്യാത്മിക തത്വങ്ങളെ ഇങ്ങനെ വരാഹരൂപത്തിലേക്ക് അവതരിപ്പിക്കുവാനുള്ളതായ കരു അവർക്ക് കിട്ടിയത് വേദമന്ത്രങ്ങളിൽ നിന്നുമാണ്. അവിടെ വരാഹമായി കൃഷ്ണനായി നിന്ന് 1000 കൈകൾ കൊണ്ട് ഭൂമിയെ പിടിച്ചു കറക്കുന്നു എന്നുള്ളത് ഈ പ്രപഞ്ചത്തിലൊക്കെ ഒരു പ്രതിഭാസമാണ്. ആ പ്രതിഭാസത്തെ അവിടെ, ആ പ്രകൃതിയെ, ശക്തിയെ അവിടെ വർണ്ണിച്ചിരിക്കുന്നതിനെ എടുത്ത് ആധ്യാത്മിക സ്വരൂപത്തിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ ആ നമ്മുടെ ഉള്ളിലെ മനസ്സിനെ ഭൂമിയായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ആ മനസ്സാകുന്ന ഭൂമിയെ ഉദ്ധരിച്ചു കൊണ്ടുവന്ന് നമ്മളിലെ വാസനയാകുന്ന ഹിരണ്യാക്ഷനെ ഇല്ലായ്മ ചെയ്യുന്ന യജ്ഞസ്വരൂപനായി ഭഗവാൻ മാറിയിരിക്കുന്നു വരാഹമായിട്ട് എന്ന് ഇവിടെ പറയും. അപ്പൊ എങ്ങനെയായാലും ആ ഭൂമിയെ ധാരണം ചെയ്യുന്ന വരാഹമൂർത്തി ആയതുകൊണ്ട് ഭഗവാൻ ധരണീധര. ഇനി നമുക്ക് മന്ത്രം ഒന്നുകൂടി ഒന്ന് ചൊല്ലാം. ആവർത്തനോ നിവൃത്താത്മാ സംവൃത സംപ്രമർദ്ദന അഹസംവർത്തകോ വഹ്നിരനിരോ ധരണീധര. ആവർത്തനോ നിവൃത്താത്മാ സംവൃത സംപ്രമർദ്ദന അഹസംവർത്തകോ വഹ്നിരനിലോ ധരണീധര. ഹരി ഓം.
ഓം നമോ ഭഗവതേ വാസുദേവായ. ഇനി നമ്മൾ 26-ാമത്തെ ശ്ലോകമാണ് ചർച്ച ചെയ്യുന്നത്. സുപ്രസാദ പ്രസന്നാത്മാ വിശ്വധൃക് വിശ്വഭുഗ് വിഭു സത്കർത്താ സത്കൃത സാധുർ ജഹ്നുർനാരായണോ നരഃ. സുപ്രസാദ കഴിഞ്ഞിട്ട് വിസർഗമുണ്ട്. അപ്പം സുപ്രസാദ, പ്രസന്നാത്മാ, വിശ്വദൃക് വിശ്വഭുഗ് വിഭുഃ, സത്കർത്ത സത്കൃത കഴിഞ്ഞിട്ട് വിസർഗമാണ്, അവിടെ സത്കൃതസ്. പിന്നെ സാധു കഴിഞ്ഞിട്ട് വിസർഗമാണ്, അവിടെ ഇർ. അപ്പം സാധുർ ജഹ്നുർ നാരായണോ നര. ജഹ്നുർ എന്നങ്ങ് പറഞ്ഞു പോകും. സുപ്രസാദ പ്രസന്നാത്മാ വിശ്വദൃക് വിശ്വഭുഗ് വിഭുഃ സത്കർത്താ സത്കൃത സാധുർ ജഹ്നുർനാരായണോ നരഃ. ഇനി നമുക്കിതിൻ്റെ അർത്ഥം നോക്കാം. സുപ്രസാദ, എളുപ്പത്തിൽ പ്രകാശിക്കുന്നവൻ, ശത്രുഭാവത്തിൽ സ്മരിക്കുന്നവനുകൂടി മുക്തി നൽകുന്നവനാണ് ഭഗവാൻ. വിഷം കൊടുക്കാൻ ശ്രമിച്ച പൂതനയ്ക്കും വധിക്കാൻ ശ്രമിച്ച കംസനും ദൂഷ്യ ആരോപണം വർഷിച്ചതായ ശിശുപാലനും ഭഗവാൻ മുക്തി കൊടുത്തു എന്നാണ് ശ്രീമദ് ഭാഗവതത്തിൽ വർണ്ണിക്കുന്നത്. ഇനിയും ഭഗവത്ഗീതയിൽ ഭക്തിയോടും ആത്മാർത്ഥതയോടും ഏത് തുച്ഛ വസ്തുക്കളും എനിക്ക് പ്രദാനം ചെയ്യുന്നത് ഞാൻ തൃപ്തിയോടുകൂടി സ്വീകരിക്കുന്നതാണ് എന്നും ഭഗവാൻ പറയുന്നു. പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്ത്യുപഹൃതം അസ്നാമി പ്രയതാത്മന. ഇലയോ പുഷ്പമോ കായോ ജലമോ യാതൊന്നായാലും ഭക്തിയോടുകൂടി ആരാണോ എനിക്ക് സമർപ്പണം ചെയ്യുന്നത് നിശ്ചയമായും ആ ഭക്തന്റെ സമർപ്പണം ഞാൻ സ്വീകരിച്ചു പ്രസാദിക്കും. അങ്ങനെ എളുപ്പത്തിൽ പ്രസാദിക്കുന്നവനാണ് ഭഗവാൻ. അതുകൊണ്ട് സുപ്രസാദ. അടുത്തത് പ്രസന്ന ആത്മ, പ്രസന്നാത്മാ. നമ്മളൊക്കെ സദാസമയവും പ്രകൃതി ഗുണങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുന്നവരാണ്. അങ്ങനെ പ്രകൃതി ഗുണങ്ങളുടെ സ്വാധീനത്തിൽ കൂടിയാണ് നമുക്ക് സുഖദുഃഖങ്ങളെല്ലാം ഉണ്ടാകുന്നത്. എന്നാൽ ഭഗവാൻ പ്രകൃതിയിൽ വർത്തിക്കുന്നുവെങ്കിലും ആ പ്രകൃതി ഗുണങ്ങളൊന്നും ഭഗവാനെ സ്വാധീനിക്കുന്നില്ല. അങ്ങനെ ഭഗവാനെ പ്രകൃതി ഗുണങ്ങളൊന്നും സ്വാധീനിക്കാത്ത കാരണം കൊണ്ട് തന്നെ ഭഗവാൻ സദാസമയവും സ്വമഹിമയാകുന്ന ആനന്ദത്തിൽ പരിശുദ്ധനായിട്ട് വർത്തിക്കുന്നവനാണ്. നമ്മുടെ അവസ്ഥ അങ്ങനെയല്ല. പുരുഷ പ്രകൃതിസ്തോഹി ഭുങ്ക്തേ പ്രകൃതി ജാൻ ഗുണാൻ കാരണം ഗുണസംഗോസ്യ സദസദ്യോനി ജന്മസോ. പുരുഷൻ പ്രകൃതിയിലിരുന്ന് സുഖദുഃഖ മോഹസ്വഭാവങ്ങളായ ഗുണങ്ങളെ അനുഭവിക്കുന്നു. ഈ പുരുഷന് നല്ലതും ചീത്തയുമായ ജന്മം സിദ്ധിക്കുവാൻ കാരണം ഗുണങ്ങളോടുള്ള ബന്ധമാണ്. എന്നാൽ ഭഗവാൻ പ്രകൃതിക്ക് അതീതനായി വർത്തിക്കുന്ന കാരണം കൊണ്ട് ഭഗവാൻ പരിശുദ്ധനും അതുപോലെ സദാസ്വമഹിമയാകുന്ന സച്ചിദാനന്ദത്തിൽ വർത്തിക്കുന്നവനുമാണ്. അതുകൊണ്ട് പ്രസന്നമായ ആത്മാ സ്വരൂപമാണ് ഭഗവാന്റേത്, പ്രസന്നാത്മാ. അടുത്തത് വിശ്വദൃക്. വിശ്വദൃക്, വിശ്വത്തെ ധരിക്കുന്നവൻ. സർവദായുള്ള പ്രാഗൽഭ്യത്താലും സാമർഥ്യത്താലും ഈ വിശ്വത്തെ താങ്ങി നിർത്തുന്നത് ഭഗവത് ശക്തിയാണ്. അപ്പം അത് കാരണം കൊണ്ട് ഭഗവാന് വിശ്വദൃക് എന്നുള്ളതായ പേരുണ്ടായി. വിശ്വഭുക്, അതും ഭഗവാനാണ്. സകല വിശ്വപ്രപഞ്ചാനുഭവങ്ങളെയും ഭുജിക്കുന്നവൻ അല്ലെങ്കിൽ അനുഭവിക്കുന്നവൻ. ഈ നാമപദത്തിന് പ്രളയകാലത്തിൽ നാമരൂപാത്മകമായ സകല പ്രപഞ്ച വസ്തുക്കളെയും തന്നിൽ തന്നെ ലയിപ്പിക്കുന്നവൻ എന്നും അർത്ഥമുണ്ട്. ജീവാത്മാവായി നിന്നുകൊണ്ട് പ്രപഞ്ചത്തെ അനുഭവിക്കുന്നവനും ഭഗവാനാണ്. സർവ്വ അനുഭവങ്ങൾക്കും സാക്ഷിയായിരിക്കുന്നവനും ഭഗവാനാണ്. പ്രളയകാലത്തിൽ ഇതിനെയെല്ലാം ലയിപ്പിച്ച് ഭഗവാനിലേക്ക് ചേർക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഭഗവാൻ ഈ പ്രപഞ്ചാനുഭവങ്ങളെ അനുഭവിക്കുന്നവനും തന്നിലേക്ക് ലയിപ്പിക്കുന്നവനുമായതുകൊണ്ട് വിശ്വഭുക് എന്നുള്ള പേരുണ്ടായി. 240-ാമത്തെ മന്ത്രമാണ് വിഭു. ഈ അനന്തമായ നാമരൂപങ്ങളായി കാണപ്പെടുന്നതെല്ലാം സർവേശ്വരന്റെ വിഭൂതികൾ മാത്രമാണ്. നമ്മളുടെ ഇന്ദ്രിയ മനോബുദ്ധികൾക്ക് വിധേയമാകുന്ന യാതൊന്നുണ്ടോ അതിനെല്ലാം നമുക്ക് രൂപം ഉള്ളതെന്ന് പറയാം. അപ്പം അതിനെല്ലാം നാമവും ഉണ്ട്.
അതെല്ലാം സദാസമയവും കർമ്മനിരതവുമാണ്. ഇങ്ങനെ നാമ രൂപ കർമ്മങ്ങളായി ഭവിച്ചിരിക്കുന്ന, വിശേഷേണ ഭവിച്ചിരിക്കുന്നതെല്ലാം ഈ ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് ഭഗവാൻ വിഭുവായി. മഹാന്തം വിഭും ആത്മാനം, മഹത്തായിട്ടുള്ളവനും എല്ലായിടത്തും വ്യാപിച്ചിട്ടുള്ളവനും എന്നും അർത്ഥം. 240 മന്ത്രമാണ് സത്കർത്ത. സത് കരോതി ഇതി സത്കർത്ത. സജ്ജനങ്ങളെയും ജ്ഞാനികളെയും സദാ സൽക്കരിക്കുന്നതിനാൽ ഭഗവാൻ സത്കർത്ത. ഭഗവാനെ ആരാണോ ആശ്രയിക്കുന്നത് അവർക്കെല്ലാം ശോഭനമായ ജീവിതത്തെ സത്കരിക്കുന്നവനാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാനെ സത്കർത്ത എന്ന് വിളിക്കുന്നു. അടുത്തത് സത്കൃത. സജ്ജനങ്ങളാൽ ആരാധിക്കപ്പെടുന്നവനാണ് ഭഗവാൻ. മഹാജ്ഞാനികളായിരിക്കുന്ന നാരദ മഹർഷിയാലും സനൽകുമാരന്മാരാലും എല്ലാം പൂജിക്കപ്പെടുന്നു ഭഗവാൻ. അതുകൊണ്ട് ഭഗവാനെ സത്കൃത എന്ന് പറയുന്നു. നമുക്ക് നമ്മുടെ ബോധതലത്തിൽ പല പ്രേരണകളും ഉണ്ടാകുന്നു. ആ പ്രേരണകൾക്കനുസൃതമായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെതായ അനുഭവങ്ങൾ ഉണ്ടാകുന്നു. ഈ അനുഭവങ്ങളെല്ലാം ബോധതലത്തിലാണ് ഉണ്ടാകുന്നത്. അപ്പം ബോധത്തിലേക്കുള്ളതായ യജ്ഞ ഹോമങ്ങളായിട്ടാണ് ഓരോ കർമ്മങ്ങളെയും ഉപനിഷത്തുകൾ കാണുന്നത്. അങ്ങനെ ഉപനിഷത്തുകൾ പറയുന്നതാണ്, അന്തരാത്മാവിൽ യജ്ഞരൂപത്തിൽ ഹോമിക്കപ്പെടുമ്പോഴാണ് അവർക്ക് ജീവിതത്തിലെ സകല അനുഭവങ്ങളും ഉണ്ടാകുന്നത്. അതുകൊണ്ടൊക്കെ ഭഗവാനെ സത്കൃത എന്ന് പറയുന്നു. അടുത്ത 243 മന്ത്രം സാധു. സാധയതി ഇത് സാധു. ധാർമ്മികമായ ജീവിത ചർച്ചയെ അണുപോലും തെറ്റാതെ നിഷ്കർഷമായി ജീവിക്കുന്നവനെയാണ് സാധു എന്ന് വിളിക്കുക. പരമസാധു മഹാവിഷ്ണു തന്നെ. തൻ്റെ മഹത്തായ ആത്മസാന്നിധ്യത്തിൽ മാത്രമാണ് ഈ ജഡപ്രകൃതി സചേതനമായി തീരുന്നത്. ന്യായമാർഗത്തിൽ മാത്രം ചരിക്കുന്നവനായതുകൊണ്ട് ഭഗവാനെ സാധു എന്ന് വിളിക്കുന്നു. 244 മന്ത്രമാണ് ജഹ്നു. 3 അർത്ഥമാണ് ഇവിടെ പറയുന്നത്. ഉപേക്ഷിക്കുന്നവൻ, എത്തിക്കുന്നവൻ, ലയിപ്പിക്കുന്നവൻ അഥവാ മറച്ചു വയ്ക്കുന്നവൻ. ഉപേക്ഷിക്കുന്നവൻ, അധർമ്മത്തിൽ ജീവിക്കുന്നവരെ ഭഗവാൻ ഉപേക്ഷിക്കുന്നു. എന്നിട്ട് അവരെ നരകയാതന ഏതെങ്കിലുമൊക്കെ രീതിയിൽ അനുഭവിക്കും. നമ്മൾ പറയത്തില്ലേ, കുറേ കാലത്തേക്ക് എല്ലാം സുഖമായിട്ടൊക്കെ തോന്നും, പക്ഷേ പിന്നീട് നരകയാതന വന്നു ചേരും, ഭഗവാനാൽ ഉപേക്ഷിക്കപ്പെടുന്നു. എന്നാൽ ആരാണോ തന്നെ ആശ്രയിക്കുന്നത് അവരെ ശ്രേഷ്ഠമായ പദത്തിലേക്ക് എത്തിക്കുന്നതും ഭഗവാനാണ്. പ്രപഞ്ച പ്രളയകാലത്ത് എല്ലാത്തിനെയും ലയിപ്പിച്ച് തന്നിലേക്ക് ചേർക്കുന്നതും ഭഗവാനാണ്. അതുകൊണ്ട് ഭഗവാനെ ജഹ്നു എന്ന് പറയുന്നു. അടുത്തത് നാരായണ എന്ന മന്ത്രം. ഏറ്റവും വിശിഷ്ടമായ ഈ മന്ത്രത്തിന് ഒരുപാട് അർത്ഥങ്ങളാണുള്ളത്. നോക്ക്, നമുക്കെല്ലാം ഒരു കാരണശരീരമുള്ളതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിനും ഒരു കാരണശരീരമുണ്ട്. നമ്മുടെ കാരണശരീരത്തിൽ വർത്തിക്കുമ്പോൾ നമ്മൾ അതിനെ പറയുന്നത് പ്രാജ്ഞൻ എന്നതുപോലെ പ്രപഞ്ചത്തിൻ്റെ കാരണശരീരത്തിലേക്ക് വ്യാപരിച്ചിരിക്കുന്നതായ ആ ശക്തിവിശേഷത്തെയാണ് നാരായണൻ എന്ന് പറയുന്നത്. സർവജീവജാലങ്ങളും അവർക്കെല്ലാം ആശ്രയസ്ഥാനം ഭഗവാനാണ്. നാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനം എന്ന അർത്ഥം. സർവജീവജാലങ്ങളുടെയും ജ്ഞാനത്തിന് ആശ്രയസ്ഥാനം ഭഗവാനായ കാരണം കൊണ്ട് ഭഗവാനെ നാരായണൻ എന്ന് വിളിക്കുന്നു. ഈ പരമാത്മാവ് പഞ്ചഭൂതങ്ങൾ കൊണ്ട് വിശ്വസൃഷ്ടി നടത്തി അതിൽ മുഴുവനും വ്യാപരിച്ചിരിക്കുന്നു. അതുകൊണ്ട് അതിൽ അനുപ്രവേശം ചെയ്ത് വ്യാപരിച്ചിരിക്കുന്ന കാരണം കൊണ്ട് ഭഗവാനെ നാരായണൻ എന്ന് വിളിക്കുന്നു. ആ നാരായണനോ യച്ചകിഞ്ചൽ ജഗത് സർവം ദൃശ്യതേ സൂയദേവിവ അന്തർബഹിച്ച തത് സർവം വ്യാപ്യ നാരായണസ്ഥിത. അങ്ങനെ തന്നാൽ സൃഷ്ടമായിരിക്കുന്ന പഞ്ചഭൂതാത്മകമായ ഈ പ്രപഞ്ചത്തിന്റെ അകത്തും പുറത്തും എല്ലാം ഒരുപോലെ വ്യാപരിച്ച് സ്ഥിതി ചെയ്യുന്നതായ നാരായണൻ. ആത്മാവിൽ നിന്ന് ആകാശമുണ്ടായി, ആകാശത്തിൽ നിന്ന് വായു, വായുവിൽ നിന്ന് അഗ്നി, അഗ്നിയിൽ നിന്ന് ജലം, ജലത്തിൽ നിന്ന് പൃഥ്വി ഉണ്ടായി. ഇതിനെയെല്ലാം തത്വങ്ങളെന്ന് പറയാം. ഇതിനകത്തെല്ലാം പരമാത്മാ മഹാവിഷ്ണുവിൽ നിന്നുണ്ടായ ഇതിനെയെല്ലാം നാരങ്ങൾ എന്ന് പറയും. ഈ നാരങ്ങളെ തന്നെ അയനമാക്കിയതിനാൽ, തൻ്റെ വാസസ്ഥാനമാക്കിയതിനാൽ ഭഗവാനെ നാരായണൻ എന്ന് പറയുന്നു. ആത്മന ആകാശസംഭൂത ആകാശത് വായു വായോരഗ്നി അഗ്നോരാവ അഭ്യോ പൃഥിവി. അങ്ങനെയുള്ളതായ ഈ തത്വങ്ങളെയൊക്കെ തൻ്റെ വാസസ്ഥാനമാക്കിയ കാരണം കൊണ്ടാണ് ഭഗവാനെ എന്ന് പറയുന്നത് നാരായണൻ എന്ന് പറയുന്നത്. ഇനിയും
നാരായണാം അയനം യസ്മാത് തസ്മാത് നാരായണ സ്മൃത. അതായത് സർവ ജീവജാലങ്ങൾക്കും ആശ്രയമായിരിക്കുന്നത് ഭഗവാനായ കാരണം കൊണ്ട് ഭഗവാനെ നാരായണൻ എന്ന് പറയുന്നു. ഇനി മറ്റൊന്ന്, ആപോ നാരയിതി പ്രോക്ത ആപോ വൈ നരസൂനവ ത യദസ്യായനം പൂർവം തേന നാരായണ സ്മൃത. അതായത് ആപ നാരയിതി പ്രോക്ത, ജലത്തിനെ നാരം എന്ന് പറയുന്നു. ആപോ വൈ നരസൂനവ, ആ നാരനിൽ നിന്നുമാണ് ഈ ആപ അല്ലെങ്കിൽ ഈ ജലം ഉണ്ടായത്. അതിലായിരുന്നു ആ നാരായണൻ നേരത്തെ ശയിച്ചിരുന്നത്. അതുകൊണ്ട് ആ ജലത്തിൽ ശയിക്കുന്നവനായതുകൊണ്ട് ഭഗവാനെ നാരായണ എന്ന് പറയുന്നു. ഇതൊരു ആലങ്കാരികമായ പ്രയോഗമാണ്. ഇവിടെ ജലം എന്നതിനെ നമ്മൾ ആപ എന്നതിന് നമ്മൾ ജലത്തിൻ്റെ പര്യായം എടുത്തിട്ടുണ്ടെങ്കിലും ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന കുടിക്കുന്ന വെള്ളത്തിനെ അല്ല ഇവിടെ പറയുക. നമ്മൾ ഈ ഗായത്രി മന്ത്രം ജപിക്കുമ്പോൾ ഓം ഭൂർഭുവസ്വ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത് ആപോ ജ്യോതിരസോമൃതം ബ്രഹ്മം ഭൂർഭുവസ്സുവരോ. ഇവിടെ ആപോ ജ്യോതിയാണ്, ജ്യോതിസാണ്, പ്രകാശമാണ്. അതായത് പ്രപഞ്ച സൃഷ്ടിയുടെ തുടക്കത്തിൽ ഭഗവാന് പലതാകണമെന്നുള്ളതായ സങ്കല്പം ഉണ്ടായപ്പോൾ ഭഗവാനിൽ നിന്ന് തന്നെ കാലസ്വരൂപം സജീവമാവുകയും ആ കാലം പ്രകൃതിയെ മഥിക്കുകയും അതിൽ നിന്ന് സാത്വിക ഗുണം ആദ്യമായിട്ട് ഉയർന്നു വരികയും ചെയ്തു. ആ സാത്വിക ഗുണത്തിൽ ഭഗവാന്റെ പ്രകാശത്തെ കണ്ടു. ഇതിനെയാണ് ആപോ എന്ന് പറയുന്നത്. ആ ആപോ ജ്യോതിസാണ്, പ്രകാശാത്മകമാണ്. അതിനെ മഹത്വത്വം എന്ന് പറയും, അതിനെ അവ്യാകൃതം എന്നും പറയും. അതിൽ നിന്നുമാണ് പിന്നീട് ഈ കാണപ്പെടുന്നതായ എല്ലാ സൃഷ്ടിയും ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ഭഗവാനിൽ നിന്ന് ആദ്യമായിട്ട് പ്രപഞ്ച സൃഷ്ടിയുടെ പരിണാമത്തിൽ അങ്ങനെ ഭഗവാന്റെ അനുപ്രവേശമുണ്ടായി. ആ അനുപ്രവേശമുണ്ടായ അതാണ് ആ പ്രകാശമായിട്ട് മാറിയത്. അതിനെയാണ് അവിടെ ആപോ ജ്യോതിർ അസോ അമൃതം എന്ന് പറഞ്ഞത്. അത് അമൃതസ്വരൂപം തന്നെയായിരുന്നു. കാരണം സാത്വികഗുണത്തിന്റെ സ്വഭാവം തന്നെ നിശ്ചലാത്മകതയാണ്. അതുകൊണ്ട് ആ സാത്വികഗുണത്തിൽ കൂടി പ്രതിഫലിച്ചതായ ഈശ്വര ചൈതന്യം അത് ജ്യോതിസ് ആപോ ജ്യോതി അമൃതസ്വരൂപം തന്നെയായിരുന്നു. അതിനെ ആശ്രയമാക്കിക്കൊണ്ടാണ് പിന്നീട് ഈ പ്രപഞ്ച സൃഷ്ടി മുഴുവനും നടന്നത്. അങ്ങനെയുള്ളതായ ആ ആപയിൽ പ്രപഞ്ച സൃഷ്ടിക്കെല്ലാം ആധാരമായിരിക്കുന്ന മഹത്തത്വം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ആ ആപയിൽ അയനം ചെയ്യുന്നവനായതുകൊണ്ടാണ് ഭഗവാനെ അതിനെ നാരം എന്നുള്ള പര്യായം കൊടുത്തിരിക്കുന്നു. ആ നാരത്തിൽ അയനം ചെയ്യുന്നത് കൊണ്ടാണ് ഭഗവാനെ നാരായണൻ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് പര്യായങ്ങളുണ്ട്, ഒരുപാട് അർത്ഥമുണ്ട് നാരായണൻ എന്ന ഈ മഹത്തായ മന്ത്രത്തിന്. അടുത്ത 246 മന്ത്രമാണ് നര. സർവരെയും നയിക്കുന്നവൻ. നയതി ഇതി നര പ്രോക്ത. പരമാത്മാവാണ് സകല ജീവജാലങ്ങളെ അവരുടെ കർമ്മത്തിനനുസരിച്ച് നയിക്കുന്നത്. അതുകൊണ്ട് ഭഗവാനെ നര എന്ന് വിളിക്കുന്നു. സ്വപ്രസാദ പ്രസന്നാത്മാ വിശ്വധൃക് വിശ്വഭുഗ് വിഭുഃ സത്കർത്ത സത്കൃത സാധുർ ജഹ്നുർനാരായണോ നര. സുപ്രസാദ പ്രസന്നാത്മാ വിശ്വധൃക് വിശ്വഭുഗ് വിഭുഃ സത്കർത്ത സത്കൃത സാധുർ ജഹ്നുർനാരായണോ നര. ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. 27 മന്ത്രം. അസംഖ്യേയോ പ്രമേയാത്മാ വിശിഷ്ടശിഷ്ടകൃത് ശുചി സിദ്ധാർത്ഥ സിദ്ധ സങ്കൽപ്പ സിദ്ധിദ സിദ്ധി സാധന. അസംഖ്യേയോ പ്രമേയാത്മാ വിശിഷ്ടശിഷ്ടകൃത് ശുചി സിദ്ധാർത്ഥ സിദ്ധ സങ്കൽപ്പ സിദ്ധിദ സിദ്ധി സാധന. അസംഖ്യേയോ അപ്രമേയാത്മാ. 2 മന്ത്രങ്ങളാണ്. പക്ഷേ അപ്രമേയാത്മായുടെ അകാരം ഉച്ചരിക്കത്തില്ല. അതുകൊണ്ട് അസംഖ്യേയോ അതിനോട് ചേർത്ത് വേണം പ്രമേയാത്മാ. അപ്പം അസംഖ്യേയോ പ്രമേയാത്മാ എന്ന് പറയരുത്. അസംഖ്യേയോ പ്രമേയാത്മാ. അസംഖ്യേയോ പ്രമേയാത്മാ.
പിന്നെ വിശിഷ്ട കഴിഞ്ഞിട്ട് വിസർഗമാണ്, അവിടെ ഇഷ് ഉച്ചരിക്കുക. അപ്പം വിശിഷ്ട ശിഷ്ടകൃത് ശുചി, വിശിഷ്ട ശിഷ്ടകൃത് ശുചി. അടുത്തത് സിദ്ധാർത്ഥ കഴിഞ്ഞിട്ട് വിസർഗം, എന്നിട്ട് സിദ്ധി സങ്കല്പയ്ക്ക് മുമ്പായിട്ട് ഇസ് ഉച്ചരിക്കുക. അപ്പം സിദ്ധാർത്ഥ സിദ്ധ സങ്കല്പ, സങ്കല്പ കഴിഞ്ഞിട്ട് പിന്നെയും വിസർഗമുണ്ട്, അവിടെയും ഇസ് ഉച്ചരിക്കുക. സിദ്ധിത കഴിഞ്ഞിട്ടും വിസർഗമുണ്ട്, അവിടെയും ഇസ് ഉച്ചരിക്കുക. അപ്പം സിദ്ധാർത്ഥ സിദ്ധ സങ്കല്പ സിദ്ധിത സിദ്ധി സാധന അങ്ങനെ വരും. അസംഖ്യേയോ പ്രമേയാത്മാ വിശിഷ്ട ശിഷ്ടകൃത് ശുചി സിദ്ധാർത്ഥ സിദ്ധ സങ്കല്പ സിദ്ധിത സിദ്ധി സാധന. ഇനി നമുക്കിതിന്റെ അർത്ഥം നോക്കാം. അസംഖ്യേയോ, എണ്ണമില്ലാത്ത വിഭൂതികളായി പരിണമിച്ചിരിക്കുന്നതെല്ലാം ഭഗവാനായ കാരണം കൊണ്ട് ഭഗവാൻ അസംഖ്യേയോ, സംഖ്യയില്ലാത്തവൻ, സംഖ്യയറ്റ നാമരൂപങ്ങളോടു കൂടിയവൻ, വിശ്വപ്രപഞ്ചത്തിലെ വൈവിധ്യം നിറഞ്ഞ അനന്തമായ സകല നാമരൂപങ്ങളും ഭഗവത് സ്വരൂപങ്ങളാണ്. അതുകൊണ്ട് ഭഗവാൻ അസംഖ്യേയനാണ്. അടുത്തത് അപ്രമേയാത്മാ, പ്രമേയം ചെയ്യാൻ പറ്റില്ല, അളക്കാൻ പറ്റില്ല. പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, പ്രമാണം, ഇങ്ങനെ 4 വിധത്തിലുള്ള മാർഗങ്ങളിൽ കൂടി സ്ഥൂലമായോ സൂക്ഷ്മമായോ അറിയാൻ സാധിക്കുന്ന വിഷയങ്ങളെയാണ് പ്രമാണ വിഷയങ്ങൾ എന്ന് പറയുക. എന്നാൽ ആത്മാവിനെ ഈ 4 വിധത്തിലുള്ള പ്രമാണങ്ങളിൽ കൂടിയും ബുദ്ധിക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുകയില്ല. എന്തെല്ലാം പ്രമാണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മധുരം 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 എന്ന് എത്ര പ്രമാണം കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാലും മധുരം അനുഭവിക്കാതെ കണ്ടു മധുരം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇടേ പഞ്ചാര മധുരിക്കും പഞ്ചാര മധുരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധുരം നാക്കിയേ വരില്ല. അത് മധുരിച്ച് അനുഭവിച്ച് അറിയുമ്പോൾ മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പ്രമാണങ്ങൾ കൊണ്ടൊന്നും വിസ്തരിക്കാൻ പറ്റുന്നവനല്ല ഭഗവാൻ. അതുകൊണ്ട് അപ്രമേയാത്മാ. വിശിഷ്ട, തൻ്റെ വിശിഷ്ടത കൊണ്ട് എല്ലാറ്റിനും അതീതനായിരിക്കുന്നവനാണ് ഭഗവാൻ. നമ്മുടെ ശരീരത്തിനെ സ്ഥൂലം, സൂക്ഷ്മം, കാരണം, ഇങ്ങനെ ശരീരത്രയങ്ങൾ എന്നാ പറയുക. ഇതിനെല്ലാം അതീതനായിരിക്കുന്നു ഭഗവാൻ. അതുപോലെ പഞ്ചകോശങ്ങൾ എന്ന് നമ്മുടെ ശരീരത്തിനെ പറയും. അതായത് ഈ 3 ശരീരങ്ങളെയും കൂടെ ചേർത്തിട്ട് അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം, ഇങ്ങനെ 5 കോശങ്ങൾ, പഞ്ചകോശാന്തരം. അങ്ങനെ പഞ്ചകോശങ്ങൾക്കും അതീതനായിരിക്കുന്നവനാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാൻ വിശിഷ്ട. അടുത്ത 250-ാമത്തെ മന്ത്രമാണ് ശിഷ്ടകൃത്. ശാസനം നൽകുന്നവൻ, സജ്ജനങ്ങളാക്കുന്നവൻ, എല്ലാത്തിനെയും പാലിക്കുന്നവൻ. ഭഗവാൻ നിയമവും നിയമകർത്താവുമാണ് ഭഗവാൻ. ജഗത്പിതാവ് എന്ന നിലയിൽ ജീവജാലങ്ങളെ ശിഷ്ടരാക്കുന്നു, ദുർവാസനകളൊക്കെ നീക്കി ധർമ്മനീതിയിൽ ജീവിപ്പിക്കുന്നു. കൃത്ത് എന്ന ശബ്ദത്തിന് പരിപാലനം എന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെ ഭഗവാൻ ശാസനകളാൽ ജഗത്തിനെ പാലിക്കുന്നു. അതുകൊണ്ട് ഭഗവാനെ ശിഷ്ടകൃത് എന്ന് പറയുന്നു. അടുത്തത് ശുചി, പരിശുദ്ധൻ. മായയുടെയോ അല്ലെങ്കിൽ മായയുടെ സ്വാധീനത്തിൽ നിന്നുള്ളതായ മാലിന്യങ്ങളുടെ ഒന്നും സ്പർശലേശം പോലും ഇല്ലാത്ത പരിശുദ്ധ വസ്തുവാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാനെ ശുചി എന്ന് പറയുന്നു. അടുത്തത് സിദ്ധാർത്ഥ, ലഭിക്കേണ്ടതെല്ലാം ലഭിച്ചവൻ, നേടേണ്ടതെല്ലാം നേടിയവൻ. അതുകൊണ്ട് സിദ്ധാർത്ഥൻ. ചതുർവിധ പുരുഷാർത്ഥം, നമുക്ക് നേടേണ്ടുന്നത് 4 രീതിയിലെ കാര്യങ്ങളാണ്: ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ധാർമ്മികമായ ജീവിതചര്യ, അതാണ് ധർമ്മം. ധനവും സമ്പാദ്യവും, അതാണ് അർത്ഥം. ആഗ്രഹങ്ങളും തൃഷ്ണയും അത് സാധ്യമാക്കുക, അതാണ് കാമം. ഇതിനെല്ലാം അപ്പുറം സാധിക്കേണ്ടുന്ന ഒന്നാണ് ജീവൻ മുക്തി, അതായത് സംസാര ചക്രത്തിൽ നിന്നുള്ളതായ മോചനം, അതാണ് മോക്ഷം. ഈ സകല പരിമിതികളിൽ നിന്നുമുള്ളതായ മോചനത്തിനെയാണ് മോക്ഷമെന്ന് പറയുക. ഈ 4 പുരുഷാർത്ഥങ്ങളും നേടിയവന് വേറെ ഒന്നും നേടേണ്ടതില്ല. അയാൾ പരിപൂർണനാണ്. ഈ 4 പുരുഷാർത്ഥവും സിദ്ധിച്ചവനാണ് മഹാവിഷ്ണു. അതുകൊണ്ട് ഭഗവാനെ സിദ്ധാർത്ഥ, സിദ്ധിക്കേണ്ടുന്നതെല്ലാം ലഭിച്ചവൻ എന്നർത്ഥം. സിദ്ധ സങ്കല്പ,
സങ്കല്പത്തിൽ കൂടി എല്ലാം സിദ്ധമാക്കുന്നവൻ ഭഗവാൻ സത്യസങ്കല്പനാണ്. എന്ത് സങ്കല്പിക്കുന്നുണ്ടോ അതെല്ലാം സാധ്യമാകുന്നു. അതുപോലെ ഈ മനസ്സിൻ്റെ പവർ, ശക്തി എന്ന് പറയുന്നത് അല്പമൊന്നുമല്ല. സങ്കല്പശക്തി ഭയങ്കരമാണ്. നമ്മളൊന്ന് സങ്കല്പിച്ചു കഴിഞ്ഞാൽ അത് അതുപോലെ സംഭവിക്കാത്തതിൻ്റെ കാരണം നമ്മുടെ മനസ്സിൻ്റെ ഏകാഗ്രത കുറവാണ്. വാക്കൊരിടത്തും മനസ്സ് വേറൊരിടത്തുമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. പക്ഷേ വാക്കിനെ മനസ്സിൽ നിർത്തിക്കൊണ്ട് സങ്കല്പിക്കുമ്പോൾ അതിന് ബലമുണ്ടാകും, അതിനകത്ത് ശക്തി ഉണ്ടാകും. ഭഗവാനെ അതുകൊണ്ടാണ് ഉപനിഷത്തിലൊക്കെ സത്യസങ്കല്പൻ എന്ന് വിശേഷിപ്പിക്കാനുള്ളതായ കാരണം. ഭഗവാൻ എന്ത് സങ്കല്പിക്കുന്നോ അതെല്ലാം അതുപോലെ സാധ്യമായി വരും. ഒരു പ്രാർത്ഥനയാണ്, ഭഗവാനെ അവിടുത്തെ സങ്കല്പങ്ങളെല്ലാം എൻ്റെ സങ്കല്പങ്ങളായി മാറട്ടെ. കാരണം അവിടുന്ന് എന്ത് സങ്കല്പിക്കുന്നുണ്ടോ അതെല്ലാം സാധ്യമാകും. അപ്പോൾ അത് എൻ്റെ സങ്കല്പങ്ങളായി കഴിഞ്ഞാൽ എൻ്റെ സങ്കല്പവും സാധ്യമായി മാറണം. പക്ഷെ അങ്ങനെ ആകണമെന്നുണ്ടെങ്കിൽ ഭഗവാനെ പോലെ ഉള്ളതായ ആ ഏകാഗ്രത ഒന്നിലേക്ക് ഉറച്ചു നിൽക്കാൻ, വാക്കിലും പ്രവൃത്തിയിലും ശരീരവും മൂന്നും ഒരുപോലെ ആയിരിക്കാൻ. ഇവിടെ നമ്മുടെ ശരീരം ഒരിടത്ത് പ്രവർത്തിക്കുന്നു, വാക്ക് വേറെടുത്ത് പ്രവർത്തിക്കുന്നു, മനസ്സ് വേറെടുത്ത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവയ്ക്ക് തമ്മിൽ ശരിയായ ഏകോപനം നമ്മളിലില്ല. അതുകൊണ്ട് തന്നെയാണ് സങ്കല്പങ്ങൾ സത്യമാകാത്തത്. അങ്ങനെ ഏകോപനമുള്ളതായ ഋഷിമാരുടെ സങ്കല്പങ്ങളെല്ലാം സത്യമാകാറുണ്ട്. അങ്ങനെയാണ് ഈ ഓരോ അനുഗ്രഹങ്ങളും ഒക്കെ ഫലിക്കുന്നത്. മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട് ആ വാക്കിനകത്ത് മനസ്സ് നിർത്തിക്കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫലിക്കും. അതില്ലാതെ കണ്ട് പലയിടത്തും നോക്കിക്കൊണ്ട് നന്നായി പറഞ്ഞിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ കൂടെ ഓടുന്ന ചിന്ത വേറെയാണ്. അപ്പോൾ പിന്നെ അങ്ങനെ നന്നാവുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളതായ ആ ഏകാഗ്രതയോടുകൂടി യാതൊന്ന് സങ്കല്പിക്കുന്നുണ്ടോ അതിനെയെല്ലാം സാധ്യമാകുന്നവൻ ആയതുകൊണ്ടാണ് ഭഗവാനെ സിദ്ധസങ്കല്പ എന്ന് പറയുക. സിദ്ധിത, അധ്യാത്മ സാധന ചെയ്യുന്നവർക്ക് അവരുടെ സാധനയ്ക്കനുസരിച്ച് സിദ്ധിയെ കൊടുക്കുന്നവനായതുകൊണ്ട് എല്ലാ കർമ്മങ്ങൾക്കും വിധിപ്രകാരമുള്ള ഫലത്തെ പ്രദാനം ചെയ്യുന്നവനാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാനെ സിദ്ധിത എന്ന് പറയുന്നു. സിദ്ധി സാധന, ഒരു സാധകന് സാധ്യമാവേണ്ടതിനെ സിദ്ധിക്കുവാൻ വേണ്ടിയുള്ള സകല സാധനങ്ങൾക്കും വേണ്ട ഗൂഢശക്തിയും ഏകാഗ്രതയും നൽകുന്നത് ഭഗവാനാണ്. അതുകൊണ്ട് സിദ്ധി എന്ന പദത്തിന് പൂർണ്ണ സഫലത എന്ന അർത്ഥം. അങ്ങനെ സഫലതയ്ക്ക് വേണ്ടുന്നതായ യജ്ഞങ്ങൾ എന്നാണ് അതിന് അർത്ഥം. അതുകൊണ്ട് സഫലതയ്ക്ക് വേണ്ടുന്നതായ ശക്തിയും ഏകാഗ്രതയും എല്ലാം നൽകുന്നവൻ, നമുക്ക് സിദ്ധമാക്കേണ്ടുന്നതിനെ സാധിക്കുവാൻ പറ്റാവുന്ന ഏകാഗ്രതയും ശക്തിയും എല്ലാം തരുന്നവനാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാൻ സിദ്ധി സാധന. അസംഖ്യേയോ പ്രമേയാത്മാ വിശിഷ്ടശിഷ്ടകൃത്ശുചി സിദ്ധാർത്ഥ സിദ്ധ സങ്കല്പ സിദ്ധിത സിദ്ധി സാധന. ഹരി ഓം. ഓം നമഃ ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. ശ്രീഭൂമി സമേത ശ്രീ മഹാവിഷ്ണവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം വിശ്വസ്മൈ നമഃ. ഗുരുർഗുരുതമോ ധാമ സത്യഃ സത്യപരാക്രമഃ. നിമിഷോ നിമിഷസ്രഗ്വീ വാചസ്പതിരുദാരധീഃ. അഗ്രണീർഗ്രാമണീ ശ്രീമാൻ ന്യായോ നേതാ സമീരണഃ. സഹസ്രമൂർധാ വിശ്വാത്മാ സഹസ്രാക്ഷഃ സഹസ്രപാദ്. ആവർത്തനോ നിവൃത്താത്മാ സംവൃതഃ സംഭ്രമർദ്ദനഃ. അഹഃ സംവർത്തകോ വഹ്നിരനിലോ ധരണീധരഃ. സുപ്രസാദഃ പ്രസന്നാത്മാ വിശ്വദൃക് വിശ്വഭുക് വിഭുഃ. സത്കർത്താ സത്കൃതഃ സാധുർജഹ്നുർനാരായണോ നരഃ. അസംഖ്യേയോ പ്രമേയാത്മാ വിശിഷ്ടശിഷ്ടകൃത്ശുചിഃ. സിദ്ധാർത്ഥ സിദ്ധ സങ്കല്പ സിദ്ധിത സിദ്ധി സാധന. ഹരി ഓം.